ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। പ്രശ്നോപനിഷത്തിൽ രണ്ടാമത്തെ പ്രശ്നമാണ് ചിന്തിക്കുന്നത്. ഒന്നാമത്തെ പ്രശ്നത്തിൻ്റെ തുടർച്ചയാണ് രണ്ടാം പ്രശ്നം. ഒന്നാം പ്രശ്നത്തിൽ എവിടെ നിന്നാണ്, ഏതൊരു കാരണത്തിൽ നിന്നാണ് സകല പ്രജകളും ജനിക്കുന്നത്? മറുപടി പറഞ്ഞു, രയി പ്രാണാത്മകമായ പ്രജാപതിയിൽ നിന്നാണ്. രയി ദ്രവ്യം, പ്രാണൻ, ഊർജം. യഥാക്രമം സംവത്സരം, മാസം, ദിവസം, അന്നം, ഈ പ്രജാപതിമാരെ പറഞ്ഞു തന്നു. അങ്ങനെ ക്രമമായി പരിണമിച്ച് പുരുഷബീജം, അവിടെ നിന്ന് സ്ത്രീ, പ്രജകൾ എന്നൊരു ക്രമം പറഞ്ഞു. ആ പ്രശ്നം ഉപസംഹരിച്ചപ്പോഴാണ് അടുത്ത പ്രശ്നം വരുന്നത്. ചോദിക്കുന്നത് ഭാർഗവൻ, അങ്ങനെയുള്ള ഈ പ്രജകളെ എത്ര ദേവന്മാരാണ് ധരിക്കുന്നത്? ഏതൊരു ദേവനാണ് കാര്യലക്ഷണം, കരണലക്ഷണം, ഇങ്ങനെയുള്ള ഏത് ദേവനാണ് ഇതിനെ പ്രകാശിപ്പിക്കുന്നത്? അങ്ങനെ ദേഹത്തെ ധരിക്കുന്ന ദേവന്മാരിൽ ആരാണ് ഏറ്റവും വരിഷ്ഠൻ, ശ്രേഷ്ഠൻ? ഇതിനാണ് പിപ്പലാദ മഹർഷി മറുപടി പറയുന്നത്. ആകാശവും വായുവും അഗ്നിയും ജലവും ഭൂമിയും, പഞ്ചഭൂതങ്ങൾ, 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ, അന്തഃകരണവൃത്തികൾ, ഈ ദേവന്മാരാണ് ശരീരത്തെ ധരിക്കുന്നത്. ഇവർ ഈ ശരീരത്തെ പ്രകാശിപ്പിച്ചിട്ട് പരസ്പരം പറയുന്നു, ഓ, നമ്മളാണല്ലോ ഈ ദേഹത്തെ ധരിക്കുന്നത്, നമ്മൾ തന്നെയാണ് ഈ ദേഹത്തെ ധരിക്കുന്നത്. ഇത് കേട്ട സമയത്ത് മുഖ്യ പ്രാണൻ ഇവരിങ്ങനെ ധരിച്ചാൽ ശരിയാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ മോഹിക്കരുതേ, വാസ്തവത്തിൽ ഞാനാണ് 5ആയി എന്നെ സ്വയം പിരിച്ച് ഈ ശരീരത്തെ ധരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കൂ. പ്രാണൻ സൗമ്യമായി പറഞ്ഞത് ഇവർ സ്വീകരിച്ചില്ല, ഇവർ വിശ്വസിച്ചില്ല, അംഗീകരിച്ചില്ല. ആ സമയത്ത് മുഖ്യ പ്രാണൻ ദേഹം വിട്ടു പോകുന്നത് പോലെ നടിച്ചു. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ച ഒരു ദേവന് പോലും ഈ ശരീരത്തിലിരിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ പ്രാണൻ തിരികെ വന്നു, ദേഹത്തിൽ തന്നെ പ്രതിഷ്ഠിതനാവുന്നത് പോലെ നടിച്ചു. അപ്പോൾ എല്ലാ ദേവന്മാരും വന്നിരുന്നു. അവിടെ ഒരു ദൃഷ്ടാന്തം പറഞ്ഞു. എങ്ങനെയാണോ തേനീച്ചകളുടെ രാജസ്ഥാനീയമായ തേനീച്ച കൂട്ടം വിട്ടു പോകുമ്പോൾ എല്ലാവരും കൂടെ പോകുന്നത്, അത് വന്നിരിക്കുമ്പോൾ എല്ലാവരും വന്നിരിക്കുന്നത്, അതുപോലെയാണ് പ്രാണനെ അപേക്ഷിച്ച് എല്ലാ ദേവന്മാരും പ്രവർത്തിക്കുന്നത്.
അപ്പോൾ പ്രാണമഹിമ മനസ്സിലാക്കിയവരായ മറ്റ് ദേവന്മാർ അത്യന്തം തിരിച്ചറിവുള്ളവരായി പ്രാണനെ സ്തുതിക്കുവാൻ ആരംഭിച്ചു. അതാണ് നമ്മൾ ഇന്നലെ വായിച്ചു വെച്ച മന്ത്രം, 4-ാം മന്ത്രം. എങ്ങനെയാണ് പ്രാണനെ സ്തുതിക്കുന്നത്? തുടർന്നുള്ള ഭാഗം മുഴുവൻ, ഈ പ്രശ്നത്തിൽ തുടർന്നുള്ള ഭാഗം മുഴുവൻ എല്ലാ ദേവന്മാരും കൂടി തങ്ങളുടെ വരിഷ്ഠനായ പ്രാണനെ സ്തുതിക്കുന്ന ഭാഗമാണ്. നോക്കൂ. ഏഷോഗ്നിസ്തപത്യേഷ സൂര്യഃ ഏഷ പർജന്യോ മഘവാനേഷ വായുഃ ഏഷ പൃഥിവീരയർദേവ സദസച്ചാമൃതം ച യത്. ഏഷോഗ്നിസ്തപത്യേഷ സൂര്യഃ ഏഷ പർജന്യോ മഘവാനേഷ വായുഃ ഏഷ പൃഥിവീരയർദേവ സദസച്ചാമൃതം ച യത്. നമ്മൾ സ്തുതിക്കുമ്പോൾ ആരെ സ്തുതിക്കുന്നുവോ എല്ലാ മഹിമകളെയും അതിൽ കാണാറുണ്ട്, അവനിൽ കാണാറുണ്ട്. ആരെയാണോ സ്തുതിക്കുന്നത് എല്ലാ മഹിമകളെയും അയാളിൽ ചേർത്തുകൊണ്ട് നമ്മൾ സ്തുതിക്കും. നമ്മുടെ സ്തുതിയുടെ ഒരു സവിശേഷതയാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ പ്രാണനാണ് എല്ലാം, പ്രാണാധീനമാണ് മറ്റെല്ലാ ദേവന്മാരുടെയും പ്രവർത്തനം എന്ന തിരിച്ചറിവോടുകൂടി ദേവന്മാർ സ്തുതിക്കുകയാണ്. ഏഷഃ അഗ്നിഃ, ഏഷഃ അഗ്നിഃ. പ്രാണനെ ചൂണ്ടി പറയുന്നു, ഇത് അഗ്നിയാണ്, അഗ്നിയാണ്. സർവ്വദേവന്മാർക്കും ഹവിസ് എത്തിച്ചു കൊടുക്കുന്ന ആളാണ് അഗ്നി. എല്ലാ ദേവന്മാർക്കും ഹവിസ് എത്തിച്ചു കൊടുക്കുന്നു. ഒരു എന്താ പറയുക, ഒരു പാർസൽ ഏജൻ്റെന്നോ ഒരു അഞ്ചൽ ശിപ്പായി എന്നൊക്കെ പറയാം. എല്ലാ ദേവന്മാർക്കും, ഒരാൾക്ക് പോലും അഡ്രസ്സ് മാറി കൊടുക്കണ പരിപാടിയില്ല. ഏത് ദേവനെ ഉദ്ദേശിച്ച് ആര് ഹവിസ് അർപ്പിച്ചോ അത് അതത് ദേവന്മാർക്ക് എത്തിച്ചു കൊടുക്കുന്നു. അതെ, അതുകൊണ്ടാണ് അഗ്നിയാവുന്നത് അഥവാ വഹ്നിയാവുന്നത്. അഗ്നി വഹ്നി എന്നൊക്കെ പറയുമ്പോൾ അഗ്രത്തിൽ നയിക്കുന്നവനാരോ അവൻ അഗ്നി. അതെ, വഹിച്ച് നയിക്കുന്നതാരോ അവൻ വഹ്നി. അഗ്നി വഹ്നി എന്നൊക്കെ പറഞ്ഞാൽ ഹവിസുകളെ യഥാസ്ഥാനം വഹിച്ചു കൊണ്ട് ചെന്നെത്തിക്കുന്നവൻ എന്നർത്ഥം. ഇവിടെ പ്രാണനെ കൊണ്ട് പറയുകയാണ് ഇത് അഗ്നിയാണ്, സാക്ഷാൽ അഗ്നി ഭഗവാനാണിത്. പ്രാണൻ തപതി, അഗ്നിയായിട്ട് തപിക്കുന്നു. അഗ്നിയായിട്ട് തപിക്കുന്നത് വാസ്തവത്തിൽ ഈ പ്രാണനാണ്. ഏഷ സൂര്യഃ, ഏഷ സൂര്യഃ, ഈ പ്രാണൻ തന്നെയാണ് സൂര്യൻ. സാക്ഷാൽ സൂര്യഭഗവാനാണ് ഈ പ്രാണൻ. എപ്രകാരം സമഷ്ടി പ്രപഞ്ചത്തെ സൂര്യൻ പ്രകാശവത്താക്കുന്നുവോ ഊർജ്ജസ്വലമാക്കുന്നുവോ അതേപോലെ ശരീരത്തിലെ സകല ദേവന്മാരെയും ഊർജ്ജസ്വലന്മാരാക്കുന്നത് ഈ പ്രാണനാണ്. അതുകൊണ്ട് പ്രാണനെ ചൂണ്ടി പറഞ്ഞു, ഈ പ്രാണൻ സൂര്യനാണ്. ഏഷ പർജന്യഃ, ഈ പ്രാണൻ തന്നെയാണ് പർജന്യം. പർജന്യം മേഘം, മഴ എന്നൊക്കെ അർത്ഥം പറയാം. സകല പ്രജകൾക്കും ആനന്ദത്തെ പ്രദാനം ചെയ്തുകൊണ്ട് യാതൊരു പർജന്യം മഴയായി പൊഴിയുന്നുവോ ആ പർജന്യമാണ് അഗ്നി, ആ പർജന്യമാണ് പ്രാണൻ, ആ പർജന്യമാണ് സൂര്യൻ. ഇതെല്ലാം ഒന്ന് തന്നെയാണ്. അതാ പ്രാണൻ. സ്തുതിക്കുമ്പോൾ സർവ്വദേവമയമായിട്ട് പ്രാണനെ കാണുന്നു.
അത് ശ്രദ്ധിക്കുക. എന്തെല്ലാം മഹത്വം നമുക്കറിയാമോ അതൊക്കെ ചേർത്ത് സ്തുതിക്കുന്നു. അത് പൊതുവെ സ്തോതാക്കളെല്ലാവരും ചെയ്യുന്നതാണ്. ഏഷ മഘവാൻ, ഇവൻ മഘവാനാണ്. മഘവാൻ ബലവാൻ, ബലവാൻ ഇന്ദ്രൻ. ഇന്ദ്രൻ്റെ പര്യായമാണ് മഘവാൻ. അത്യന്തം ബലത്തോടു കൂടിയവൻ, വജ്രമാകുന്ന ആയുധമേന്തി സർവത്തെയും ക്രമീകരിക്കാൻ ഹിംസിക്കാൻ കഴിവോടൊത്തവൻ ഇന്ദ്രൻ മഘവാൻ. ഏഷ വായുഹു, ഈ പ്രാണൻ തന്നെയാണ് വായു ഭഗവാൻ. അന്തരീക്ഷത്തിൽ മുഴുവൻ സഞ്ചരിച്ച് സർവത്തെയും ചേതനാവത്താക്കി തീർക്കുന്ന വായു ഭഗവാൻ ഈ പ്രാണൻ തന്നെയാണ്. ഏഷ പൃഥിവി, പൃഥിവി, പൃഥിവീദേവി ഈ പ്രാണൻ തന്നെയാണ്. എല്ലാത്തിനെയും ധരിക്കുന്ന പൃഥിവി, എല്ലാ ചരാചരങ്ങളെയും ധരിക്കുന്ന പൃഥിവിയാണ് ഈ പ്രാണൻ. രൈഹി, എല്ലാ സമ്പത്തും ദ്രവ്യാത്മകമായി എന്തുണ്ടോ അതെല്ലാം ഈ പ്രാണൻ തന്നെയാണ്. പ്രാണനും രയ്യും രണ്ടല്ലേ എന്ന് ചോദിച്ചാൽ രണ്ടും ആപേക്ഷികമാണ്, ആപേക്ഷികമാണ്. എന്നല്ല, രയ്യായി ദ്രവ്യമായി നിലകൊള്ളുന്നതും വാസ്തവത്തിൽ പ്രാണൻ തന്നെയാണ്. പ്രാണനായി നിലകൊള്ളുന്നത് രയ്യാണെന്നും പറയാം. എന്തുകൊണ്ട്? ആപേക്ഷികമായതുകൊണ്ട്, ആപേക്ഷികമായതുകൊണ്ട്. അപ്പോൾ പ്രാണനെ നോക്കിയിട്ട് പറയുന്നത് രയ്യാണ്, ധനമാണ്. ദേവഹ, സകലത്തെയും പ്രകാശിപ്പിക്കുന്നവൻ ഈ പ്രാണനാണ്. സത്, സത്തായിട്ടുള്ളത്. അസച്ച, അസത്തായിട്ടുള്ളത്. അപ്പോൾ സത്ത് ഉള്ളത് എന്നർത്ഥം പറഞ്ഞാൽ അസത്തില്ലാത്തതെന്നർത്ഥം വരും. അസത്താണെന്ന് പറയാനൊക്കില്ല, അസത്തില്ലാത്തതാണ്, ഇല്ലാത്തതില്ല. അപ്പോൾ പിന്നെ എന്താ അസത് ശബ്ദത്തിന് അർത്ഥം പറയുക? നാമരൂപങ്ങളായി അഭിവ്യക്തമായത് സത്ത്, അഭിവ്യക്തമാകാത്തത് അസത്ത്. ഇങ്ങനെയാണ് ഭഗവാൻ ഭാഷ്യകാരൻ പറഞ്ഞു തരിക. അല്ലാതെ ഇല്ലാത്തതെന്ന് അർത്ഥം പറയാൻ വയ്യ. ഇല്ലാത്തതില്ലല്ലോ. ഇല്ലാത്തതെന്ന് ഒരു വിശേഷണം പ്രാണനെ സംബന്ധിച്ച് പറയാൻ കഴിയില്ല. അതുകൊണ്ട് നാമരൂപങ്ങളായി അഭിവ്യക്തമായത് സത്ത്, അഭിവ്യക്തമാകാത്തത് അസത്ത്. എന്നിട്ട് പറയുകയാണ്, എന്തിനാ ഇങ്ങനെ പലതായി പറയുന്നേ? അമൃതം ചയത്, പാരമാർത്ഥികമായ അമൃതം, മരണധർമ്മത്തിനുപരിയുള്ള യാതൊരു അമൃത സ്വരൂപമുണ്ടോ അതാണ് ഈ പ്രാണൻ. ഇവിടെ നമ്മൾ ഓരോ പദവും ശ്രദ്ധിക്കുക, വിസ്തരിച്ച് വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല. ഓരോ പദത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കി മുന്നോട്ട് പോവുക. ഇത്രയേ മനസ്സിലാക്കാനുള്ളൂ. പ്രാണൻ സർവവുമാണ്, സർവദേവതാമയനാണ്, സർവചൈതന്യ സ്വരൂപനാണ്, സർവവുമാണെന്ന് തിരിച്ചറിയുന്നു. ആ തിരിച്ചറിവിൽ പ്രാണനെ സ്തുതിക്കുന്നു. ആ സ്തുതിയിൽ എല്ലാ മഹിമകളെയും പ്രാണനിൽ കാണുന്നു, പറയുന്നു. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇതേപോലെ തുടർന്നുള്ള മന്ത്രങ്ങൾ കൂടി പഠിക്കുമ്പോൾ ആ സ്തുതിയുടെ ഒരു രൂപം നമുക്ക് മനസ്സിലാവും. നോക്കൂ. അര ഇവ രഥനാഭൗ പ്രാണേ സർവം പ്രതിഷ്ഠിതം ഋചോ യജുംഷി സാമാനി യജ്ഞ ക്ഷത്രം ച ബ്രഹ്മ ച. അര ഇവ രഥനാഭൗ പ്രാണേ സർവം പ്രതിഷ്ഠിതം ഋചോ യജുംഷി സാമാനി യജ്ഞ ക്ഷത്രം ച ബ്രഹ്മ ച. അര ഇവ രഥനാഭൗ പ്രാണേ സർവം പ്രതിഷ്ഠിതം. രഥനാഭിയിൽ അരങ്ങൾ പോലെ, രഥചക്രത്തിൻ്റെ നാഭിയിൽ. അപ്പോൾ രഥചക്രം മനസ്സിൽ കാണുക, നടുക്കൊരു നേമി, അതിന് തന്നെ നാഭി പറയും. അതിൽ നിന്നിങ്ങനെ അരങ്ങൾ ചുറ്റുഭാഗത്തോട്ട് വിടരുന്നു, അല്ലെങ്കിൽ വികസിക്കുന്നു. എന്നിട്ട് ചുറ്റിലൊരു ചക്രം. ഇത്രയും ചേർന്നാൽ ഒരു വണ്ടിച്ചക്രമായി. അങ്ങനെയൊരു വണ്ടിച്ചക്രം മനസ്സിൽ കാണുക.
അവിടെ ഈ രഥചക്രനാഭിയിലേക്ക് അരങ്ങൾ വേണ്ടും വിധം ചേർന്നിരിക്കുന്നു. നോക്കുന്ന സമയത്ത് ഈ രഥചക്രനാഭിയിൽ നിന്ന് പുറപ്പെടുന്നത് പോലെയാണ് തോന്നുന്നത്. അരങ്ങൾ അത്ര ചേർന്നിരിക്കുക, ഒരു ഭിന്നതയില്ലാത്ത വിധം. അപ്പോൾ രഥചക്രനാഭിയിൽ അരങ്ങൾ എന്ന കണക്കെ പ്രാണേ സർവം പ്രതിഷ്ഠിതം. പ്രാണനിലാണ് എല്ലാം പ്രതിഷ്ഠിതമായിട്ടുള്ളത്. ജ്ഞാനേന്ദ്രിയങ്ങളായാലും കർമ്മേന്ദ്രിയങ്ങളായാലും അന്ധക്കരണ വൃത്തികളായാലും ഇനി സ്ഥൂല ശരീരമായാലും ഇനി മറ്റെല്ലാ ദേവന്മാരുടെ എല്ലാ പ്രവൃത്തികളായാലും പ്രാണനിലാണ് പ്രതിഷ്ഠിതമായിട്ടുള്ളത്. ഏതുപോലെ? രഥചക്രനാഭിയിൽ അരങ്ങൾ എന്ന പോലെ. പോരാ, ഋചഹ എല്ലാ ഋക്കുകളും, യജൂംഷി യജുസ്സുകളും, സാമാനി സാമങ്ങളും. വേദം കേവല ജ്ഞാനമാണ്. ആത്യന്തികമായ സത്യത്തെ സംബന്ധിച്ചുള്ള ഋഷിമാരുടെ ദർശനങ്ങളാണ്. ആ ദർശനങ്ങളെ അപാരമായ ലോകകൃപ ഒന്നുകൊണ്ട് മാത്രം ശിഷ്യ പ്രശിഷ്യ തച്ഛിഷ്യ പരമ്പരയിലൂടെ ലോകത്തിന് ഋഷിമാർ നൽകിയതാണ്. ആത്യന്തികമായ അറിവാണ് വേദം, സംശയമില്ല. എങ്കിൽ തന്നെയും അത് ഉപദേശിക്കപ്പെട്ട വിധാനം നോക്കിക്കഴിഞ്ഞാൽ പദ്യം, ഗദ്യം, ഗാനം, ഇങ്ങനെ 3 ലക്ഷണങ്ങളുണ്ട്. നിയത പാദാക്ഷരബദ്ധമായതാണ് പദ്യം. പദ്യത്തിൻ്റെ ലക്ഷണം നിയത പാദാക്ഷരബദ്ധം, അതായത് ഇത്ര അക്ഷരങ്ങൾ ചേർന്ന ഇത്ര പാദങ്ങൾ. ഇപ്പോൾ 8 അക്ഷരങ്ങൾ ചേർന്ന 3 പാദം ഗായത്രി, അല്ലെങ്കിൽ 8 അക്ഷരം ചേർന്ന 4 പാദം അനുഷ്ടുപ്പ്. അങ്ങനെ ഇത്ര അക്ഷരം ചേർന്ന ഇത്ര പാദം എന്ന കണക്കിലാണ് പദ്യങ്ങളുള്ളത്. അങ്ങനെ നിയത പാദാക്ഷരബദ്ധങ്ങളായ പദ്യങ്ങൾക്കാണ് ഋക്കുകളെന്ന് പറയുക. ഋക്കിൻ്റെ ബഹുവചനമാണ് ഋചഹ. യജൂംഷി അനിയത പാദാക്ഷരബദ്ധം, അനിയതമായ പാദാക്ഷരബദ്ധമായത്, ഇത്ര അക്ഷരങ്ങൾ ഇത്ര പാദം എന്നൊന്നും കണക്കില്ലാത്തത് ഗദ്യം. ഗദ്യമായത് വൃത്തനിബദ്ധമല്ലാത്തത്, വൃത്തനിബദ്ധമല്ലാത്തത്. ഇനി പ്രത്യേകമായ സ്വരവിന്യാസക്രമത്തിൽ ചിട്ടപ്പെടുത്ത് സംഗീതമയമായത് സാമം. ഈ 3 ലക്ഷണങ്ങളാണ് വേദത്തിൻ്റെ ഉപദേശങ്ങൾക്കുള്ളത്. മന്ത്രങ്ങൾ 3 പ്രകാരത്തിലാണ്: ഋക്കുകളും യജുസ്സുകളും സാമങ്ങളും. അഥർവത്തിന് പ്രത്യേക ലക്ഷണമില്ല എന്ന് മനസ്സിലാക്കുക. അഥർവ വേദത്തിൽ ഋക്കുണ്ട്, യജുസ്സുണ്ട്, സാമമുണ്ടൊക്കെ ഉണ്ടാവും. ഋക്ക് മാത്രം സമാഹരിക്കപ്പെട്ടതാണ് ഋഗ്വേദം. പ്രായേണ യജുസ്സ് മാത്രം സമാഹരിക്കപ്പെട്ടത് യജുർവേദം. എന്താ അങ്ങനെ പറഞ്ഞേ? യജുർവേദത്തിൽ ഋക്കുകളും ഉണ്ട്, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞേ. ഋക്ക് മാത്രമേ ഉള്ളൂ ഋക്കിൽ. പ്രായേണ യജുസ് അധികമായതാണ് യജുർവേദം, അതിൽ ഋക്കുകളുണ്ടെന്ന് മനസ്സിലാക്കുക. ഗാനാത്മകമായതാണ് സാമവേദം. ഈ പറഞ്ഞ ലക്ഷണങ്ങളെല്ലാം അഥർവത്തിലുണ്ട്. അപ്പോൾ വേദത്തിന് 3 ലക്ഷണങ്ങളാണ്. അതുകൊണ്ടാണ് വേദത്തിന് ത്രയീ എന്നൊരു പര്യായം പറയാറ്. ത്രയാണാം സമാഹാര, 3 ലക്ഷണങ്ങൾ ചേർന്നത് ത്രയീ. അപ്പോൾ ഇവിടെ ഈ വേദത്തിൻ്റെ 3 ലക്ഷണങ്ങളെയും പറഞ്ഞിരിക്കുകയാണ്. ഋക്കുകളും നീയാണ്, യജുസ്സുകളും നീയാണ്, സാമങ്ങളും നീയാണ്. എല്ലാം എന്തുണ്ടോ എന്തറിയോ അതൊക്കെ പ്രാണനാണെന്ന് സ്തുതിക്കുകയാണ്. ശ്രേഷ്ഠമായിട്ട് സ്തുത്യമായിട്ട് എന്തുണ്ടോ അതെല്ലാം പ്രാണൻ തന്നെ. ഇത് നമ്മുടെ ഒരു സമ്പ്രദായമാണ്. ഏത് ദേവതയെ സ്തുതിക്കുകയാണെങ്കിലും ശരി, സ്തുതിക്കുമ്പോൾ എല്ലാം നീ തന്നെയാണെന്ന് പറയും.
ഇവിടെ അഥർവവേദത്തെ വിട്ടുകളഞ്ഞു എന്നാരും പറയരുത്. വേദലക്ഷണങ്ങളാണ് പറഞ്ഞത്. അത് മൂന്നേ ഉള്ളൂ. യജ്ഞ, യജ്ഞം നീയാണ്. യജ്ഞം, യജ്ഞം എന്ന് പറഞ്ഞാൽ സാമാന്യമായിട്ട് സമർപ്പണാത്മകമായി ചെയ്യപ്പെടുന്നതിനെയൊക്കെ യജ്ഞം എന്ന് പറയാം, സാമാന്യമായിട്ട്. അതിൽ തന്നെ വൈദികങ്ങളായ ക്രതു, സ്മൃതിവിഹിതങ്ങളായ മറ്റ് യജ്ഞങ്ങൾ ഇവയൊക്കെ ഉൾക്കൊള്ളും. ശ്രുതി സ്മൃതിവിഹിതങ്ങളായ യജ്ഞങ്ങൾ, ശ്രുതിവിഹിതങ്ങളും സ്മൃതിവിഹിതങ്ങളുമായ യജ്ഞങ്ങൾ. ഇനി യജ്ഞം എന്നുള്ള ശബ്ദം യജ് ദേവപൂജാവിധി സംഗതികരണദാനേഷു എന്നുള്ള ധാതുവിൽ നിന്നാണ് ഉണ്ടാവുന്നത്. യജ് ധാതു. യജ് ധാതുവിൻ്റെ അർത്ഥം പാണിനി മഹർഷി പഠിക്കുന്നത് യജ് ദേവപൂജാവിധി സംഗതികരണദാനേഷു. ദേവപൂജ, അതുമായി ബന്ധപ്പെട്ട വിധികൾ, അതുമായി ബന്ധപ്പെട്ട മറ്റ് സംഗതികൾ, അതുമായി ബന്ധപ്പെട്ട ദാനങ്ങൾ, ഇവയ്ക്കൊക്കെ പ്രയോഗിക്കാവുന്ന ശബ്ദം ധാതുവാണ് യജ് ധാതു. യജ് ധാതുവിൽ നിന്നാണ് യജ്ഞം, യാഗം തുടങ്ങിയ ശബ്ദങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ഇപ്പോൾ ദേവപൂജാപരമായത് യജ്ഞം. ഇപ്പോൾ പ്രാണനെ നോക്കിയിട്ട് പറയുകയാണ്, നീ യജ്ഞസ്വരൂപനാണ്, എല്ലാ യജ്ഞവും നീ തന്നെയാണ്. ഋക്കുകൾ നീയാണ്, യജസ്സുകൾ നീയാണ്, സാമങ്ങൾ നീയാണ്, ഇവയാൽ പ്രതിപാദിക്കപ്പെടുന്ന യജ്ഞങ്ങളും നീയാണ്. ക്ഷത്രം ച ബ്രഹ്മ ച, ക്ഷത്രവും ബ്രഹ്മവും നീയാണ്. ഈ രണ്ട് പദങ്ങളെയും നമ്മൾ ഇവിടെ പഠിച്ചിട്ടുണ്ട്. കഠോപനിഷത്തിൽ യസ്യ ബ്രഹ്മ ച ക്ഷത്രം ച ഉഭേ ഭവത ഓദനഃ എന്നുള്ള മന്ത്രത്തിൽ ഇത് രണ്ടും പഠിച്ചിട്ടുണ്ട്. ഈ പ്രപഞ്ചത്തെ നിലനിർത്തുന്നത് ഈ രണ്ടെണ്ണമാണ്, ക്ഷത്രവും ബ്രഹ്മവും. ക്ഷാത്രവീര്യം, ബ്രഹ്മ തേജസ്. ക്ഷാത്രവീര്യത്തെ നമുക്ക് വളരെ ലളിതമായിട്ട് വേണമെങ്കിൽ കരുത്തെന്ന് പറയാം. ബ്രഹ്മ തേജസ്സിനെ നമുക്ക് വേണമെങ്കിൽ അറിവെന്ന് പറയാം. അറിവും കരുത്തും ഇത് രണ്ടുമാണ് പ്രപഞ്ചത്തെ നിലനിർത്തുന്നത്. ഇതാണ് സമൂഹത്തെ നിലനിർത്തുന്നത്, ഇതാണ് കുടുംബത്തെ നിലനിർത്തുന്നത്. ഇത് രണ്ടും ഒത്തുചേർന്നിരിക്കണം നമുക്കെല്ലാം. ഓർമ്മിക്കുക, അറിവും വേണം, കരുത്തും വേണം. കരുത്തും വേണം, അറിവും വേണം. രണ്ടും ഒത്തുചേരണം ഓരോ വ്യക്തിയിലും, ഓരോ സമാജത്തിലും. അപ്പോൾ ജഗത്തിനെ നിലനിർത്തുന്നത് ഈ രണ്ടെണ്ണമാണ്, ബ്രഹ്മവും ക്ഷത്രവും. ഒന്ന് ജഗത്തിനെ പരിപാലിക്കുന്ന ഭാവം, മറ്റൊന്ന് ജഗത്തിന് നേർവഴി കാണിക്കുന്ന ഭാവം. ഒന്ന് സമൂഹത്തെ സംബന്ധിച്ച് ഭരണത്തിലൂടെ നിലനിർത്തുന്ന ഭാവം, മറ്റൊന്ന് സമൂഹത്തെ സംബന്ധിച്ച് അറിവ് നൽകി വഴികാട്ടി നയിക്കുന്ന ഭാവം. ഇത് രണ്ടും ഒത്തുചേരണം. ഇത് രണ്ടും നീയാണ്. ബ്രഹ്മവും നീയാണ്, ക്ഷത്രവും നീയാണ്. ബ്രഹ്മ തേജസ്സും നീ തന്നെ, ക്ഷാത്രവീര്യവും നീ തന്നെ. അഥവാ അറിവും നീ തന്നെ, കരുത്തും നീ തന്നെ. ഇങ്ങനെ എല്ലാ മഹിമകളെയും പ്രാണനിൽ കണ്ട് സ്തുതിക്കുകയാണ്. ഇവിടെ വിസ്തരിച്ച് അധികം വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല. സാമാന്യം മനസ്സിലാക്കിയാൽ തന്നെ ആ ഒരു സ്തുതിയുടെ സ്വഭാവം നമുക്ക് മനസ്സിലാവും. പ്രജാപതിശ്ചരസി ഗർഭേ ത്വമേവ പ്രതിജായസേ തുഭ്യം പ്രാണ ബലിം ഹരന്തി യഃ പ്രാണൈ പ്രതിഷ്ഠസി. പ്രജാപതിശ്ചരസി ഗർഭേ ത്വമേവ പ്രതിജായസേ തുഭ്യം പ്രാണ ബലിം ഹരന്തി യഃ പ്രാണൈ പ്രതിഷ്ഠസി. ഹേ ഹേ പ്രാണ, സംബോധനയാണ്. ഹേ പ്രാണ, അല്ലയോ പ്രാണ, വിളിക്കുകയാണ്. വർദ്ധിച്ച തോതിൽ എല്ലാ ചേഷ്ടകളെയും ചെയ്യിപ്പിക്കുന്നവനാരോ അവനെയാണ് പ്രാണെന്ന് വിളിക്കുന്നത്. പ്ര അധികം ആ അധികം അന, പ്രാ
അധികം അന. അന ചേഷ്ടായാമെന്ന് ധാതു. അപ്പോൾ സർവചേഷ്ടകളെയും ചെയ്യിപ്പിക്കുന്നവനാരോ വർദ്ധിച്ച തോതിൽ അവനാണ് പ്രാണൻ. ഹേ പ്രാണ, പ്രജാപതി ഗർഭേ ചരസി. പ്രജാപതി സൻ ത്വം ഗർഭേ ചരസി. പ്രജാപതിയാകുന്ന നീ, അഥവാ പ്രജാപതിയായിട്ട് നീ ഗർഭത്തിൽ ചരിക്കുന്നു. നീ തന്നെയാണ് പ്രജാപതി, നീ തന്നെയാണ് സർവരുടെയും ഗർഭത്തിൽ ചരിക്കുന്നത്. അപ്പോൾ ഗർഭത്തിൽ യാതൊരു ഭ്രൂണമുണ്ടോ അതും നീ തന്നെ. സ്തുത്യമായ എല്ലാത്തിനെയും പറയുകയാണ്. പ്രജാപതി ത്വം ഗർഭേ ചരസി. പ്രജാപതിയായിട്ട് നീ ഗർഭത്തിൽ ചരിക്കുന്നു. ഓർമ്മിക്കണേ, ഗർഭത്തിലിരിക്കുന്ന ഭ്രൂണം പ്രജാപതിയാണേ. ഭ്രൂണഹത്യ ചെയ്യരുതേ. ഭ്രൂണഹത്യ മഹാശാപകരമാണ്. മറ്റ് പലതിനും പരിഹാരങ്ങളുണ്ട്. പരിഹാരമില്ലാത്ത ശാപങ്ങളിൽപ്പെട്ടതാണ് ഭ്രൂണശാപം. ഇത് ഓർമ്മിച്ചാൽ നല്ലതാണ്. പലരും വിവാഹം കഴിഞ്ഞ് വളരെ വർഷങ്ങൾക്ക് ശേഷം കുട്ടികളില്ലാതെ വരാറുണ്ട് സങ്കടം പറയാൻ. നമ്മൾ ചോദിക്കാറുണ്ട്, തുടക്കത്തിൽ നിങ്ങൾ ഭ്രൂണഹത്യ വല്ലതും ചെയ്തോ? ഉണ്ട് സ്വാമി, അങ്ങനെ ചെയ്തു. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? തൽക്കാലം മഹാപാപമാണെന്ന് ഓർമ്മിക്കുക. ഭ്രൂണഹത്യ മഹാപാപമാണ്, കൊടുംപാപമാണ്. പ്രായശ്ചിത്തമില്ലാത്ത പാപങ്ങളിൽപ്പെട്ടതാണ് ഭ്രൂണഹത്യ. ഓർമ്മിച്ചാൽ നല്ലത്. ഇതൊക്കെ ഇന്നത്തെ സമൂഹം സ്ഥൂലവശം മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. പലപ്പോഴും സൂക്ഷ്മവശങ്ങളെ പലപ്പോഴും നമ്മൾ കാണുന്നില്ല. പലപ്പോഴും എന്നിട്ട് സ്ഥൂലങ്ങളായ കാരണങ്ങൾക്കാണ് നമ്മൾ പരിഹാരം ചെയ്യുക. സൂക്ഷ്മ കാരണങ്ങൾക്ക് പലപ്പോഴും നമ്മൾ കണ്ടെത്തുകയില്ല, പരിഹാരം ചെയ്യുകയില്ല. പിന്നെ നിത്യനരകമായിട്ട് ജീവിക്കുക തന്നെ. ഏതായാലും ഈ ദൃഷ്ടി നമുക്ക് നല്ലതാണ്. പ്രജാപതിയാണ് ഭ്രൂണത്തിൽ സന്താനമായിരിക്കുന്നത്. ഓർമ്മിച്ചാൽ നല്ലത്. ത്വമേവ പ്രതിജായസേ, നീ തന്നെ ജനിക്കുന്നു. ജനിച്ചു വീഴുന്ന കുട്ടി നീ തന്നെയാണ്. ഭ്രൂണമായി ഗർഭത്തിലിരുന്നു നീ, അതേ നീ തന്നെ ജനിച്ചു. പ്രതിജായസേ, നീ ജനിച്ചു. ജനിച്ചു വീണ ഉടനെയുള്ള കുഞ്ഞ് അത് പ്രജാപതിയാണ്, പ്രാണനാണ്. ഉത്കൃഷ്ടമായതിനെയൊക്കെ സ്തുതിക്കുന്ന ഭാഗത്തിൽ ഇതൊക്കെ പറഞ്ഞെന്ന് ശ്രദ്ധിക്കുക. ഹേ പ്രാണ, തുഭ്യം ബലിം ഹരന്തി യഹ പ്രാണൈഃ പ്രതിഷ്ഠസി. ഹേ പ്രാണ, യഹ പ്രാണൈഃ പ്രതിഷ്ഠസി, നീ നിൻ്റെ ഉപപ്രാണങ്ങളോടുകൂടെ ഇരിക്കുന്നല്ലോ. പ്രാണൻ, അപാനൻ, സമാനൻ, ഉദാനൻ, വ്യാനൻ എന്നീ ഉപഭാവങ്ങളോടുകൂടി നീ ഇരിക്കുന്നല്ലോ. അങ്ങനെയുള്ള നിനക്ക് എല്ലാ ദേവന്മാരും ബലിയ ചെയ്യുന്നു. ഇത് വളരെ ഉത്കൃഷ്ടമായൊരു വീക്ഷണമാണ് ഇത്. ഈ വീക്ഷണം നമുക്ക് ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ ഒരു വിഷമവും ഇല്ല. ഇപ്പം ഞാൻ രൂപത്തെ കാണുന്നു എന്ന് പറഞ്ഞാൽ കണ്ണ് രൂപത്തെ എടുത്തു കൊണ്ടുപോയി പ്രാണനെ സമർപ്പിക്കുക. ബലിയ. ബലി പറഞ്ഞാൽ സമർപ്പണം. രാജാവിനെ കാണാൻ പോകുമ്പോൾ പ്രജകളൊക്കെ ബലി കൊണ്ടുപോകും. എന്തെങ്കിലും കൊലയോ നെല്ലോ അരിയോ എന്തെങ്കിലും, അല്ലെങ്കിൽ കാശോ എന്തെങ്കിലും ഒരു സാധനം കയ്യിലെടുത്തിട്ട് അതാണ് ബലി. രാജാവിൻ്റെ മുമ്പ് പോണത്. അതുപോലെ കണ്ണ്, കാത്, മൂക്ക്, ത്വക്ക് എല്ലാം, നാക്ക്, എല്ലാ ദേവന്മാരും ബലിയും കൊണ്ടുപോവുക. അപ്പം നമ്മൾ കാണുന്നു പറയുമ്പോൾ വാസ്തവത്തിൽ നടക്കുന്ന പ്രക്രിയ, കണ്ണാകുന്ന ദേവൻ രൂപത്തെ എടുത്തു കൊണ്ടുപോയിട്ട് പ്രാണന് സമർപ്പിക്കുക. അതാണ്ട് മനസ്സിലാക്കിയാൽ നമുക്കതിനോട് വലിയ അറ്റാച്ച്മെൻ്റ് ഒന്നും ഉണ്ടാവില്ല. ചിന്തിക്കുക. ശബ്ദം കേൾക്കുന്നു പറഞ്ഞാൽ ചെവി ശബ്ദത്തെ എടുത്തു കൊണ്ടുപോയിട്ട് അവിടെ സമർപ്പിക്കുക. ഇങ്ങനെ ഓരോ ഇന്ദ്രിയത്തിൻ്റെ വിഷയത്തിലും അവിരുദ്ധമായ ഒരു ഗ്രഹണം നമ്മൾ മനസ്സിലാക്കുക. അവിരുദ്ധമായ ഗ്രഹണം എല്ലാം പ്രാണനുള്ള സമർപ്പണമാണ്. ഹേ പ്രാണ, പ്രാണങ്ങളോടുകൂടി പ്രതിഷ്ഠിതനാകുന്ന നിനക്ക് തുഭ്യം ബലിം ഹരന്തി, നിനക്കായിക്കൊണ്ട് ബലിയെ സമർപ്പിക്കുന്നു, സമർപ്പണത്തെ ചെയ്യുന്നു. വ്യക്തമാണല്ലോ ഇല്ലേ? ഇതൊരു ജീവിത വീക്ഷണം കൂടിയാണ്.
അപ്പോൾ പ്രാണനെയാണ് സ്തുതിക്കുന്നത്. നീയാണ് പ്രജാപതിയായിട്ട് ഗർഭത്തിലിരിക്കുന്നത്, നീ തന്നെ ജനിക്കുന്നു, നിനക്കാണ് സർവ്വദേവതകളും വിഷയങ്ങളാകുന്ന സമർപ്പണങ്ങളെ ചെയ്യുന്നത്. ദേവാനാമസി വന്നിതമഃ പിതॄണാം പ്രഥമാ സ്വധാ ഋഷീണാം ചരിതം സത്യം അഥർവാംഗിരസാമസി. ദേവാനാമസി വന്നിതമഃ പിതॄണാം പ്രഥമാ സ്വധാ ഋഷീണാം ചരിതം സത്യം അഥർവാംഗിരസാമസി. ദേവാനാമസി വന്നിതമഃ. നീ ദേവന്മാർക്ക്, ഇന്ദ്രാദിദേവന്മാർക്ക്, സകല ദേവന്മാർക്കും, ഇന്ദ്രാദിദേവന്മാർ എന്ന് പറയാം, ബ്രഹ്മാദിദേവന്മാരെന്ന് പറയാം, എന്ത് പറഞ്ഞാലും വിരോധമില്ല. എങ്ങനെയാണ് ബ്രഹ്മാദിദേവന്മാരെന്ന് പറയുന്നത്? ബ്രഹ്മാവാണ് ദേവന്മാരിൽ പ്രഥമൻ എന്നതുകൊണ്ട്. ഇന്ദ്രാദിദേവന്മാരെന്നെങ്ങനെ പറയുന്നു? ഇന്ദ്രനാണ് ദേവന്മാരുടെ അധിപതി എന്നുള്ളത് കൊണ്ട്. എന്ത് പറഞ്ഞാലും വിരോധമില്ല. ഇന്ദ്രാദീനാം എന്നാണ് ഭാഷ്യകാരൻ ഇവിടെ പറയുന്നത്. ഭഗവാൻ ഭാഷ്യകാരൻ ഇന്ദ്രാദീനാം, ഇന്ദ്രൻ തുടങ്ങിയ ദേവന്മാർക്കെന്നാണ് പറയുന്നത്. അപ്പം ദേവന്മാർക്ക് നീ വന്യതമനാണ്, വഹിച്ചു കൊണ്ടുപോയി എല്ലാത്തിനെയും എത്തിക്കുന്ന നല്ല ആളാണ്. തമപ്രത്യയം വെച്ച് ഏറ്റവും നല്ല ആൾ. ഒന്നുപോലും അസ്ഥാനത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്നിച്ചിതറി പോവാതെ ദേവന്മാരെ ഉദ്ദേശിച്ച് എന്ത് സമർപ്പിക്കുന്നു അതിനെ മുഴുവൻ വഹിച്ച് ദേവന്മാർക്ക് എത്തിക്കുന്ന ആളാണ് നീ. വന്യതമഃ പിതॄണാം പ്രഥമാ സ്വധാ. പിതൃക്കളെ സംബന്ധിച്ച് നീ ഒന്നാമതായിട്ടുള്ള സ്വധയാണ്. ഇവിടെ ശ്രദ്ധിക്കുക, ദേവന്മാർക്ക് നമ്മൾ എന്ത് സമർപ്പണം ചെയ്യുമ്പോഴും, ഹവ്യം സമർപ്പിക്കുമ്പോഴും അതത് ദേവൻ്റെ പേര് പറഞ്ഞിട്ട് സ്വാഹ എന്ന് പറയും. സ്വാഹ ആരാ? അഗ്നിയുടെ ഭാര്യ. അപ്പം ഭാര്യേൻ്റെ പേര് പറഞ്ഞാൽ ഇയാൾ വേണ്ടതുപോലെ കാര്യം ചെയ്തോളും. കാര്യം നടത്തി കിട്ടാൻ അതാണ് എളുപ്പ വഴി. അല്ലാതെ ഇയാളെ പിന്നാലെ പോയിട്ട് കാര്യമൊന്നുമില്ല, അയാൾ നോക്കൊന്നുമില്ല. അപ്പം നമ്മളെന്ത് ചെയ്യും? ഭാര്യയുടെ പേര് ഒന്ന് വേണ്ട പോലെ ഒന്ന് പറയണേ, അവരൊന്ന് പോയിട്ട് കണ്ടു, അത്രയേ ഉള്ളൂ. അപ്പോൾ അവർ വേണ്ട പോലെ പറയും, ഒന്ന് പാവട്ടു, അതാ ദേവന് കൊടുക്കണോ, ഒന്ന് നിങ്ങൾ എന്തിനങ്ങനെ ഉപേക്ഷ കളിക്കണോ, ഞാൻ അപ്പോൾ കൊണ്ടുകൊടുക്കാം. ഇതുപോലെ തന്നെ പിതൃക്കളുടെ അധിപതിയാണ് അര്യമാവ്. അര്യമാവിൻ്റെ പത്നിയാണ് സ്വധ. അപ്പോൾ പിതൃക്കൾക്ക് ഏത് കവ്യം സമർപ്പിക്കുമ്പോഴും, ഹവ്യം ദേവന്മാർക്ക്, കവ്യം പിതൃക്കൾക്ക്, അർദ്ധപക്വാന്നം, അർദ്ധമായി പാകം ചെയ്ത അന്നം പിതൃക്കൾക്ക് സമർപ്പിക്കുമ്പോൾ അവിടെ നമ്മൾ സ്വധ എന്നാ ചൊല്ലുക. പിതൃഭ്യോ സ്വധ. അതെ, പിതൃക്കൾക്കായിക്കൊണ്ട് സ്വധ. അപ്പോൾ അര്യമാവ് വേഗം പുറപ്പെടും. പേര് പറഞ്ഞല്ലോ, ഭാര്യയുടെ പേരല്ലേ പറഞ്ഞത്, എന്നാൽ വേഗം കൊണ്ടുചെന്ന് എത്തിക്കാം എല്ലാവർക്കും എന്ന്. അപ്പോൾ ദേവന്മാരെ സംബന്ധിച്ച് നീ അഗ്നിതമനാണ്, പിതൃക്കളെ സംബന്ധിച്ച് നീ പ്രഥമമായ സ്വധയാണ്. പിതൃഭ്യോ സ്വധ എന്നാണ്, ശ്രദ്ധിക്കുക. ഋഷീണാം ചരിതം സത്യം. ഋഷീണാം ചരിതം സത്യം. ഋഷിമാരുടെ സത്യചരിതം നീയാണ്. ഋഷിമാരുടെ സച്ചരിതം. ഋഷിമാരാവുന്നത് അവരുടെ സച്ചരിതം കൊണ്ടാണ്. സച്ചരിതവാന്മാരാണ് ഋഷിമാർ. അതെ, സത്യത്തിൽ അടിയുറച്ച നിഷ്ഠയോടുകൂടിയ അങ്ങനെയുള്ള ഋഷിമാരുടെ യാതൊരു സച്ചരിതമുണ്ടോ, സത്യചരിതമുണ്ടോ, അത് നീയാകുന്നു. അവിടെ ഈ ഋഷീണാം എന്നുള്ളതിനെ വിശേഷിപ്പിക്കുന്നു അഥർവാംഗിരസാം. അഥർവാംഗിരസുകളാകുന്ന, വേറെ അർത്ഥം പറയാം, ആദ്യം ഈ അർത്ഥം മനസ്സിലാക്കുക. അഥർവാംഗിരസുകളാകുന്ന, അഥർവവേദം, അഥർവവേദത്തിലെ അങ്കിരസ് മഹർഷിയുടെ ശാഖ,
അങ്കിരസ് മഹർഷി പ്രസിദ്ധമാണ്. അപ്പോൾ അഥർവന്മാരുടെ യാതൊരു അങ്കിര മഹർഷിയുടെ പിന്മുറക്കാരായ ഋഷിമാരുണ്ടോ ആ ഋഷിമാരുടെ മുഴുവൻ സച്ചരിതം നീയാണ്. അല്ലെങ്കിൽ ഇവിടെ ഭാഷ്യകാരൻ പറയും, അംഗയുക്തമായതിനെ മുഴുവൻ രസരൂപമായി പോഷിപ്പിക്കുന്നതെന്തോ, അംഗയുക്തമായവരെ, അംഗികളെ മുഴുവൻ രസരൂപത്തിൽ പോഷിപ്പിക്കുന്ന അങ്കിരസുകൾ, അതാരാ? സത്യമാണ്, സച്ചരിതമാണ്. അംഗികൾ നമ്മളൊക്കെ തന്നെ. അപ്പോൾ ശരീരവാന്മാരായ സർവരെയും പോഷിപ്പിക്കുന്ന യാതൊരു രസമുണ്ടോ അതാണ് അങ്കിരസ് ശബ്ദത്തിൻ്റെ അർത്ഥം. അങ്ങനെയുള്ള അങ്കിരസുകളുടെ യാതൊരു സത്യമുണ്ടോ അത് നീയാകുന്നു. ഇതാണ് ഭഗവാൻ ഭാഷ്യകാരൻ പറഞ്ഞു തരുന്ന അർത്ഥം. അപ്പം സർവ അംഗികൾക്കും രസത്തെ നൽകുന്ന, പോഷണത്തെ നൽകുന്ന, വർധനവിനെ നൽകുന്ന യാതൊരു സത്യമുണ്ടോ അത് നീയാകുന്നു. അഥർവ ശബ്ദത്തിന് വേദപ്രസിദ്ധമായ മറ്റൊരർത്ഥമുണ്ട്. അത് അഥർവാ പ്രാണ എന്നുണ്ട്. അപ്പം പ്രാണനാണ് അഥർവം. അപ്പോൾ അഥർവവേദം എന്ന അർത്ഥം എടുക്കില്ല. നേരത്തെ പറഞ്ഞ അഥർവവേദം എന്നാണ്. അഥർവാങ്കിരസാം എന്ന് നേരത്തെ പറഞ്ഞത് അഥർവവേദത്തിലെ അങ്കിരസ് ഋഷിമാരുടെ യാതൊരു സത്യചരിത്രമുണ്ടോ അത് നീയാണെന്നാണ്. ഇപ്പം പറയുന്നു അഥർവ എന്ന് പറഞ്ഞാൽ പ്രാണൻ. ഇപ്പം പ്രാണങ്ങളുടെ, അങ്കിയുടെ രസമായിരിക്കുന്ന പ്രാണങ്ങളുടെ യാതൊരു സത്യചരിത്രമുണ്ടോ അത് നീയാകുന്നു. അങ്കി അംഗയുക്തമായത്, അംഗങ്ങൾ അവയവങ്ങൾ. അപ്പോൾ അവയവികളാണ് അങ്കികൾ. അങ്കികൾക്ക് യാതൊരു സാരഭൂതമായതുണ്ടോ അതാണ് രസം. അങ്ങനെയുള്ള പ്രാണങ്ങൾക്ക് യാതൊരു സത്യമുണ്ടോ, അധിഷ്ഠാനമുണ്ടോ അത് നീയാകുന്നു. ഒന്നുകൂടി പറയാം. ദേവന്മാർക്ക് വന്യതമൻ നീയാണ്, പിതൃക്കൾക്ക് പ്രഥമയായ സ്വധ നീയാണ്, അഥർവാങ്കിരസ് ഋഷിമാരുടെ സത്യചരിത്രം നീയാണ്, അഥവാ ഋഷിമാരുടെ ചരിതം നീയാണ്. സർവ അംഗികളുടെയും പോഷകമായ അവയവികളുടെ പോഷകമായ യാതൊരു രസമുണ്ടോ അങ്കിരസ്, ആ അങ്കിരസുകളുടെ പ്രാണങ്ങളുടെ അഥർവാങ്കിരസാം സത്യം ത്വമസി, സത്യം നീയാകുന്നു. എല്ലാം പ്രാണൻ തന്നെ. എല്ലാ സ്തുത്യഭാവങ്ങളെയും പ്രാണനിൽ കാണുന്നു. ശ്രദ്ധിക്കുക. മാത്രമല്ല, ഇന്ദ്രസ്ത്വം പ്രാണ തേജസാ രുദ്രോസി പരിരക്ഷിത, ത്വമന്തരിക്ഷേ ചരസി സൂര്യസ്ത്വം ജ്യോതിഷാം പതിഃ. ഇന്ദ്രസ്ത്വം പ്രാണ തേജസാ രുദ്രോസി പരിരക്ഷിത, ത്വമന്തരിക്ഷേ ചരസി സൂര്യസ്ത്വം ജ്യോതിഷാം പതിഃ. ഹേ പ്രാണ, വീണ്ടും സംബോധന ചെയ്യുന്നു. അല്ലയോ പ്രാണ, ഇന്ദ്രഹാത്വം, നീ ഇന്ദ്രനാണ്. നേരത്തെയും പറഞ്ഞു, മഘവാൻ നേരത്തെ പറഞ്ഞു, വീണ്ടും പറയുകയാണ്, നീ ഇന്ദ്രനാണ്. സകല ദേവന്മാരുടെയും അധിപതിയായ ഇന്ദ്രൻ നീയാണ്. തേജസ രുദ്രഹാസി, തേജസ് കൊണ്ട് നീ രുദ്രനാണ്. സാക്ഷാൽ രുദ്രൻ നീയാണ്. രുദ്രൻ പരമാത്മാ, പരമേശ്വരൻ. രുദ് രാവയതീതി രുദ്ര. രുദിതി അജ്ഞാനം. അജ്ഞാനത്തെ നീക്കുന്നവനാരോ അവൻ രുദ്രൻ. രുദ്രശബ്ദത്തിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഇപ്പം ഈ പറഞ്ഞ അർത്ഥമൊന്നും വൈഷ്ണവന്മാർക്ക് ഇഷ്ടപ്പെടില്ല. വൈഷ്ണവന്മാർ പറയുക
രുരോദയിതി രുദ്ര. കരഞ്ഞവനാരോ അവൻ രുദ്രൻ എന്നാണ് ഇഷ്ടം. അപ്പം മറ്റവന് ഒട്ടും ഇഷ്ടപ്പെടില്ല ശൈവന്. എന്ത് നീ പറഞ്ഞത്? കരഞ്ഞവൻ രുദ്രനോ? തെറ്റ്. കരയിപ്പിക്കുന്നവനാരോ അവൻ രുദ്രൻ. രോദയതീതി രുദ്ര. അവർ രണ്ടാളും തമ്മിൽ അടി കൂടിക്കോട്ടെ, നമുക്ക് യാതൊരു പ്രശ്നമില്ല. നമ്മളിത് രണ്ടുമല്ല, ശൈവനും അല്ല വൈഷ്ണവനും അല്ല. അതുകൊണ്ട് രുദ്രാവയതീതി രുദ്ര. അജ്ഞാനത്തെ അന്ധകാരത്തെ നീക്കുന്നവനാരോ അവൻ രുദ്രൻ. പുരാണങ്ങൾ വളരെ ശ്രദ്ധിക്കണം. പുരാണം പഠിക്കുമ്പോൾ ഇന്ന് പൊതുവെ പുരാണങ്ങളാണ് ഏറെ കേൾക്കുന്നത് നാട്ടിൽ. നാട് മുഴുവൻ പുരാണങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് എല്ലായിടത്തും. നല്ലതാണ്. വേദോപബൃംഹണമാണ് പുരാണം. ഇതിഹാസ പുരാണാഭ്യാം വേദം സമുപബൃംഹയേത് എന്ന് മഹത്തായ വാക്യം നമുക്ക് പഠിക്കാം. ഇതിഹാസ പുരാണങ്ങളെ കൊണ്ട് വേദത്തെ വിശദീകരിക്കണം. ബിഭേത്തി അല്പശ്രുതാത് വേദ അയം മാം പ്രഹരിഷ്യതി എന്ന്. അല്പശ്രുതനിൽ നിന്ന് വേദത്തിന് പേടിയാവുകയാണ്. യവനെന്നെ കൊന്നുകളയുമല്ലോ, യവനെന്നെ മർദ്ദിക്കുമല്ലോ എന്ന് പേടിയാണ്. ഒന്നുകിൽ അശ്രുതനാവണം, അല്ലെങ്കിൽ സുശ്രുതനാവണം. ഒന്നുകിൽ ഒന്നും അറിയരുതെന്നാൽ ഒരു കുഴപ്പമില്ല, അല്ലെങ്കിൽ എല്ലാം അറിയണം. അല്ലെങ്കിലോ അല്പശ്രുതനാണെങ്കിൽ യവൻ എന്നെ കൊന്നുകളയുമല്ലോ എന്ന് വേദത്തിന് പേടി. അപ്പോൾ അതുകൊണ്ട് എന്ത് വേണം ചോദിച്ചാൽ വേദത്തെ ജനസാമാന്യത്തിലേക്ക് പ്രചരിപ്പിക്കണം. അങ്ങനെ പ്രചരിപ്പിക്കാൻ എന്താ വഴി? ഒറ്റ വഴിയേ ഉള്ളൂ. കഥകളുടെ സഹായത്തോടു കൂടെ, പുരാണങ്ങളിലൂടെ, ജീവചരിത്രങ്ങളുടെ സഹായത്തിലൂടെ, ഇതിഹാസത്തിലൂടെ പ്രചരിപ്പിക്കണം. ജീവചരിത്ര പ്രധാനങ്ങളായ ഇതിഹാസങ്ങളിലൂടെയും കഥാപ്രധാനങ്ങളായ പുരാണങ്ങളിലൂടെയും വേദത്തെ സമൂഹത്തിൽ പ്രചരിപ്പിക്കണം. അതിനുവേണ്ടിയാണ് ഇതിഹാസ പുരാണങ്ങൾ എഴുതപ്പെടുന്നത്. ഈ ഒറ്റ കാരണം കൊണ്ടാണ് ഇതിഹാസ പുരാണങ്ങൾക്ക് 5ാമത്തെ വേദം എന്നുള്ള സ്ഥാനം നൽകപ്പെട്ടിട്ടുള്ളത്. ഇതിഹാസ പുരാണാനി പഞ്ചമം വേദ ഉച്യതേ. ശ്രദ്ധിക്കുക, ഇതിഹാസ പുരാണങ്ങളെ ചേർത്ത് 5ാമത്തെ വേദം എന്ന് പറയുന്നു. അപ്പോൾ വേദവ്യാഖ്യാനാർത്ഥമാണ് പുരാണങ്ങൾ, വേദവ്യാഖ്യാനാർത്ഥമാണ് ഇതിഹാസങ്ങൾ. ഇതിൽ പുരാണങ്ങൾ പ്രത്യേകിച്ചും കഥാപ്രധാനങ്ങളാണ്. അപ്പം നമ്മൾ ഏതൊരു തത്വത്തെ ബോധിപ്പിക്കുന്നതിനാണോ കഥ, അത് മനസ്സിലാക്കണം. പലപ്പോഴും ഏത് തത്വത്തെ ബോധിപ്പിക്കുന്നതിനാണോ കഥ, അത് വിസ്മരിച്ചു പോകും. എന്നിട്ട് കഥയിൽ പെട്ടുപോകും. തത്വം വിസ്മരിച്ച് കഥയിൽ നമ്മൾ പെട്ടുപോകും. അത് വലിയൊരു പ്രശ്നമാണ്. അതുകൊണ്ട് പുരാണങ്ങളുടെ ശരിയായ അർത്ഥം മനസ്സിലാക്കാൻ കഴിയണമെങ്കിൽ വേദാന്തപരമായ ദൃഷ്ടിയിലൂടെ, വൈദിക ദൃഷ്ടിയിലൂടെ പുരാണത്തിലേക്ക് പോകണം. വേദത്തിൻ്റെ ദൃഷ്ടിയിലൂടെ, വേദദൃഷ്ടിയിലൂടെ പുരാണത്തിലേക്ക് നോക്കിയാൽ മാത്രമേ അതിൻ്റെ അർത്ഥം മനസ്സിലാവൂ. അല്ലെങ്കിൽ മനസ്സിലാവില്ല. അല്ലെങ്കിൽ നമ്മൾ കഥകളിൽ പെട്ടുപോകും. അങ്ങനെ പെട്ടുകഴിഞ്ഞാൽ ഭിന്ന കഥകളുണ്ടാവും. ഒരു പുരാണത്തിൽ പറഞ്ഞതിന് വിരുദ്ധമായിരിക്കും വേറൊരു പുരാണത്തിൽ, അതിൽ നിന്ന് വിഭിന്നമായിരിക്കും വേറൊരു പുരാണത്തിൽ. ആകെ പ്രശ്നമാവും. താല്പര്യം മാത്രം എടുക്കാൻ വെച്ചാൽ ഒരു പ്രശ്നമില്ല. ഇതുപോലെ തന്നെ പുരാണങ്ങളുടെ വർണ്ണനാത്മകമായ ഭാവത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ശൈവവും വൈഷ്ണവവും ശാക്തയും ഒക്കെ വളരെ വ്യത്യാസമുണ്ട്. ശൈവപുരാണങ്ങൾ എപ്പോഴും ശിവനെ പ്രകീർത്തിച്ചുകൊണ്ടും ഒരല്പം ഒന്ന് വിഷ്ണുവെ താത്തിക്കെട്ടിക്കൊണ്ടും, വൈഷ്ണവ പുരാണങ്ങൾ എപ്പോഴും വിഷ്ണുവെ പ്രകീർത്തിച്ചുകൊണ്ടും ഒരല്പം ശിവനെ താഴ്ത്തിക്കെട്ടിക്കൊണ്ടും, ശാക്തേയങ്ങൾ ശക്തിയെ ഉയർത്തിക്കൊണ്ടും ഒരല്പം മറ്റേ രണ്ട് കൂട്ടരെയും താഴ്ത്തിക്കെട്ടിക്കൊണ്ടുമാണ് പറയുക. അപ്പം ഇവിടെ ശൈവന്മാർ പറയുന്ന ശിവനും വൈഷ്ണവന്മാർ പറയുന്ന വിഷ്ണുവും ശാക്തേയർ പറയുന്ന ശക്തിയും ഒന്നാണെന്ന് മനസ്സിലാക്കിയാൽ പ്രശ്നമില്ല. അത് മനസ്സിലാക്കാതെ നമ്മൾ പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ്. അത് ശ്രദ്ധിക്കുക. ഇത് പറയാൻ കാരണം, രുദ്രശബ്ദത്തിന് വൈഷ്ണവന്മാർ പറയുന്ന അർത്ഥം എന്താ വെച്ചാൽ കരഞ്ഞവനാ. അതായത് ഈ ബ്രഹ്മാവുണ്ടല്ലോ, ബ്രഹ്മാവ് എല്ലാവരെയും സൃഷ്ടിച്ചിട്ട് ഓരോ ദേവനും ഓരോ പണി കൊടുത്തു. നീ ഇന്ന പണി, നീ ഇന്ന പണി, നീ ഇന്ന പണി. അങ്ങനെ എല്ലാവർക്കും കൊടുത്തപ്പോൾ ഈ രുദ്രൻ എന്ന് പറഞ്ഞ സാധനത്തിന് പണിയൊന്നും കൊടുത്തില്ല. അപ്പോൾ പണിയൊന്നും കിട്ടാതിരുന്നപ്പോൾ ഇയാൾ കരയാൻ തുടങ്ങി. എനിക്കെന്താ പണി, എനിക്കെന്താ പണി. അപ്പോൾ കരഞ്ഞതുകൊണ്ട് രുദ്രൻ
രുരോധ ഇതി രുദ്ര. സംശയമുള്ളവർ ഭാഗവതം തുടങ്ങിയ വൈഷ്ണവ പുരാണങ്ങൾ പഠിച്ചു നോക്കുക. എന്നാൽ ഈ ശബ്ദം കാണില്ല ശൈവ പുരാണങ്ങളിൽ. അവിടെ രോദയതി സർവാനിധി, കരയിപ്പിക്കുന്നവനാരോ അവൻ രുദ്രൻ. നിന്നെപ്പോലുള്ളവരെ കരയിപ്പിക്കുന്നവനാണ് രുദ്രൻ, മനസ്സിലാക്കിക്കോളൂ. എന്നാൽ വാസ്തവത്തിൽ രുദ്രാവയതീതി രുദ്ര, അജ്ഞാനത്തെ നീക്കുന്നവനാരോ അവൻ രുദ്രൻ. ഈ തല്ലും പിടിയുടെ വല്ല ആവശ്യമുണ്ടോ? ശിവസഹസ്രനാമം വായിച്ചു നോക്കുക, എത്ര വിഷ്ണു പര്യായങ്ങളാണ്. വിഷ്ണു സഹസ്രനാമം വായിച്ചു നോക്കുക, എത്ര ശിവപര്യായങ്ങളാണ്. എന്താ ഇപ്പോൾ ചെയ്യുക? ശരി, എന്തായാലും കൊള്ളാം. അപ്പോൾ ഇവിടെ രുദ്രൻ പരമാത്മാ പരമേശ്വരൻ അഥവാ അജ്ഞാനത്തെ നീക്കുന്നവൻ. നീ രുദ്രനാകുന്നു. പരിരക്ഷിത, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. രുദ്രൻ എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഹിംസിക്കുന്നവൻ എന്നർത്ഥം തോന്നും നമുക്കല്ല. പരിരക്ഷിത, സർവരെയും രക്ഷിക്കുന്നവൻ, എല്ലാവരെയും രക്ഷിക്കുന്നവനായ രുദ്രൻ നീയാകുന്നു. എല്ലാവരെയും വേണ്ടതുപോലെ രക്ഷിക്കുന്ന രുദ്രൻ നീയാകുന്നു. ത്വം അന്തരിക്ഷേ ചരസി, നീ അന്തരീക്ഷത്തിൽ ചരിക്കുന്നു, സഞ്ചരിക്കുന്നു വായുവായിട്ട്. വായു ഭഗവാനായിട്ട് നീ തന്നെയാണ് അന്തരീക്ഷത്തിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്നത്. അന്തഃ ഇക്ഷതൈതി, നടുക്ക് കാണപ്പെടുന്നതാണ് അന്തരീക്ഷം. ഭൂമിക്കും ദ്വിലോകത്തിനും മധ്യത്തിൽ കാണപ്പെടുന്നത് അന്തരീക്ഷം. ത്വം അന്തരിക്ഷേ ചരസി. ജ്യോതിഷാം പതിഹി സൂര്യഃ ത്വം, ജ്യോതിസ്സുകളുടെ മുഴുവൻ നാഥനായ സൂര്യൻ നീയാണ്. എല്ലാ പ്രകാശ സ്രോതസ്സുകളുടെയും നാഥനായ പതിയായ സൂര്യൻ നീയാണ്. നീ സൂര്യനാണ്. പിന്നെന്താ വേണ്ടത്? എന്തെല്ലാം സ്തുതിക്കപ്പെടേണ്ടതുണ്ടോ എല്ലാം പ്രാണൻ തന്നെ എന്ന് പറയുന്നു. നോക്കൂ, ഇന്ദ്രസ്ത്വം പ്രാണ തേജസ രുദ്രോസി പരിരക്ഷിത, ത്വമന്തരിക്ഷേ ചരസി സൂര്യസ്ത്വം ജ്യോതിഷാം പതിഃ. യദാ ത്വമഭിവർഷസ്യഥേമാ പ്രാണതേ പ്രജാഃ, ആനന്ദരൂപാസ്തിഷ്ഠന്തി കാമായാന്നം ഭവിഷ്യതീതി. യദാ ത്വമഭിവർഷസ്യഥേമാ പ്രാണതേ പ്രജാഃ, ആനന്ദരൂപാഃ തിഷ്ഠന്തി കാമായാന്നം ഭവിഷ്യതീതി. യഥാ ത്വം അഭിവർഷസി, എപ്പോഴാണോ നീ മേഘമായിട്ട് പെയ്യുന്നത്, അഭിവർഷസി വർദ്ധിച്ച തോതിൽ വർഷം ചെയ്യുന്നത്, പെയ്യുന്നത് താഴേക്ക് മഴയായിട്ട്. ഇപ്പം മേഘമായ നീ, അപ്പം എല്ലാം നീയാന്ന് പറഞ്ഞു, മേഘവും നീ തന്നെ. ത്വം പർജന്യ, നേരത്തെ പറഞ്ഞു നീ പർജന്യമാണ്. അങ്ങനെ മേഘമായിട്ട് പർജന്യനായിട്ട് നീ യഥാ എപ്പോഴാണോ അഭിവർഷസി മഴയായി പെയ്യുന്നത്, അഥ അപ്പോൾ അത് കാണുമ്പോൾ ഏത് മേഘം അങ്ങനെ ഉരുണ്ട് കൂടി നല്ല തടിച്ച് ദാ പെയ്യാൻ പുറപ്പെടുന്നു, ദാ പെയ്യുന്നു എന്ന് കാണുമ്പോൾ ഇമാഹാ പ്രജാഹ, ഈ പ്രജകളൊക്കെ എല്ലാ ജീവജാലങ്ങളും ആനന്ദരൂപാഹ പ്രാണതേ, അനന്തരൂപന്മാരായിട്ട് ചേഷ്ടയുള്ളവരായിത്തീരുന്നു, വളരെ സന്തോഷമുള്ളവരായിത്തീരുന്നു. മഴ പെയ്യാൻ പുറപ്പെടുമ്പോൾ എല്ലാ ജീവികൾക്കും സന്തോഷമാകുന്നു, എല്ലാവർക്കും സന്തോഷമാണ് മഴ കാണുമ്പോൾ. മഴ കണ്ട് പെയ്യാൻ പുറപ്പെടുമ്പോൾ മഴയിൽ കളിക്കാൻ നമുക്ക് തോന്നുന്നു, മഴയിൽ ഇറങ്ങി ഓടുന്നു, ഇല്ലേ? അതാണ് എല്ലാവർക്കും മഴ കാണുമ്പോൾ ഒരു സന്തോഷം, എല്ലാ ജന്തുക്കൾക്കും സന്തോഷം. ആനന്ദരൂപാഹ തിഷ്ഠന്തി പ്രജാഹ, പ്രജകൾ ആനന്ദരൂപന്മാരായിട്ടിരിക്കുന്നു മഴ കാണുമ്പോൾ. എന്താണ്? കാമായ അന്നം ഭവിഷ്യതി, ഇഷ്ടം പോലെ നമുക്ക് ചാപ്പാട് കഴിക്കാൻ കിട്ടും. അതാണ് കാമായ, കാമത്തിനായിക്കൊണ്ട് ആഗ്രഹപൂരണത്തിനായിക്കൊണ്ട് അന്നം ഭവിഷ്യതി, അന്നം ഉണ്ടാവും. അന്നം ഉണ്ടാവണമെങ്കിൽ മഴ വേണം. മഴ ഉണ്ടായാലേ അന്നം ഉണ്ടാവുള്ളൂ, അല്ലാണ്ട് അന്നം ഉണ്ടാവില്ല. അന്നം ഉണ്ടെങ്കിലേ നമുക്കൊക്കെ സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റൂ. അപ്പം അന്നം വേണമെങ്കിൽ മഴ വേണം, മഴ വേണമെങ്കിലോ
പർജന്യം വേണം, മേഘം വേണം. അപ്പോൾ മേഘം മഴയായിട്ട് പെയ്യാൻ തുടങ്ങുന്നത് കാണുമ്പോൾ എല്ലാവർക്കും സന്തോഷമായി. അപ്പോൾ എല്ലാവർക്കും സന്തോഷത്തെ കൊടുക്കുന്ന പർജന്യം ഹേ പ്രാണ നീയാകുന്നു. വ്രാത്യസ്ത്വം പ്രാണൈകർഷിരത്താ വിശ്വസ്യ സത്പതിഃ വയമദ്യസ്യ ദാതാര പിതാ ത്വം മാതരീശ്വനഃ. വ്രാത്യസ്ത്വം പ്രാണൈകർഷിരത്താ വിശ്വസ്യ സത്പതിഃ വയമദ്യസ്യ ദാതാര പിതാ ത്വം മാതരീശ്വനഃ. ത്വം വ്രാത്യഃ, നീ വ്രാത്യനാണ്, നീ വ്രാത്യനാണ്. ഇവിടെ വ്രാത്യൻ എന്ന് പറഞ്ഞാൽ വ്രതത്തിന് യോഗ്യനാണ്. അപ്പോൾ പ്രത്യേകം വ്രതത്തിന് യോഗ്യൻ അനേക രീതിയിൽ അർത്ഥം പറയാം. ഒന്ന്, നീ പ്രത്യേകം വ്രതങ്ങളെ സ്വീകരിച്ച് സംസ്കാരങ്ങളെ ചെയ്ത് ശുദ്ധനാവേണ്ടവനാണ്. എന്ന് വെച്ചാൽ ഇപ്പം നിനക്കൊരു വ്രതവും ഇല്ല, ഇപ്പം നിനക്കൊരു സംസ്കാരവും ഇല്ല, നീ സംസ്കരിക്കപ്പെടാത്തവനാണ്. നിന്നെ സംസ്കരിക്കാൻ ആരുണ്ട്? അപ്പോൾ എല്ലാ കാലവും നീ സംസ്കാരാർഹനായിട്ട് തന്നെ നിൽക്കും. എന്ന് വെച്ചാൽ നിന്നെ ആരും സംസ്കരിക്കുന്നില്ല. മറ്റത് ഒരു നിശ്ചിത പ്രായമായി കഴിഞ്ഞാൽ സംസ്കരിച്ചുകൊണ്ടേയിരിക്കും. അതെ, ആദ്യമേ ഒരു കുട്ടി ജനിക്കുമ്പം തന്നെ 3 സംസ്കാരങ്ങൾ കഴിഞ്ഞിട്ടാണ് പുറത്ത് വരേണ്ടത്. ഗർഭാധാനവും പുംസവനവും സീമന്തവും ഇങ്ങനെ 3 സംസ്കാരം കഴിഞ്ഞിട്ടാണ് ഒരു കുഞ്ഞ് പുറത്തേക്ക് വരേണ്ടത്. അമ്മയുടെ ഗർഭപാത്രത്തിൽ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒട്ടന്നെ സംസ്കാരമായി. ജാതകർമ്മം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് നിഷ്കർമ്മണ സംസ്കാരമായി. നിഷ്കർമ്മണത്തിന് മുമ്പ് തന്നെ നാമകരണം ആവാം. എന്തായാലും നാമകരണവും നിഷ്കർമ്മണവും ഇങ്ങനെയുള്ള ഓരോരോ സംസ്കാരങ്ങൾ ഇങ്ങനെ സമയത്തിന് വരുമ്പോൾ അപ്പം അത് ചെയ്തോളണം. കുഞ്ഞിന് 6 മാസമായി കഴിഞ്ഞാൽ ഉടനെ ചോറൂണ് വേണം. അങ്ങനെ ഓരോ സംസ്കാരവും ചെയ്യേണ്ട സമയത്ത് ചെയ്യണം. അങ്ങനെ സംസ്കാരത്തിന് യോഗ്യന്മാരാണ് വ്രാത്യന്മാർ. എന്നാൽ നീ സംസ്കാരത്തിന് എന്നും യോഗ്യനാണെന്ന് പറഞ്ഞ അർത്ഥം നിനക്കൊരു സംസ്കാരവും ഇല്ല, സംസ്കാരമില്ലാത്തവനാണ് നീ. സംസ്കാരമില്ലാത്തവനാന്ന് പറഞ്ഞാൽ നല്ല അർത്ഥത്തിലാണേ മനസ്സിലാക്കേണ്ടത്. നിന്നെ ഇന്ന് വരെ ആരും സംസ്കരിച്ചിട്ടില്ല, നിന്നെ സംസ്കരിക്കാൻ ആരുമില്ല. ഇനി സംസ്കരിക്കാനിരിക്കുന്നു നിന്നെ. ആര് സംസ്കരിക്കും നിന്നെ? വ്രാത്യസ്ത്വം, അഥവാ സർവവ്രതങ്ങളിലൂടെയും വരിക്കപ്പെടേണ്ടതാരോ സ്വീകരിക്കപ്പെടേണ്ടതാരോ അവൻ വ്രാത്യൻ. മനുഷ്യന്മാർ സകല വ്രതങ്ങളെയും പാലിച്ച് അനേക വ്രതങ്ങൾ ഉപവാസനകളൊക്കെ ഉണ്ട്. അപ്പോൾ സകല വ്രതങ്ങളിലൂടെയും ആരെയാണോ വരിക്കാൻ ഇച്ഛിക്കുന്നത് അവൻ വ്രാത്യൻ. സകല ക്രിയകളിലൂടെയും ഉപാസനകളിലൂടെയും ഉപവാസാദി വ്രതങ്ങളിലൂടെയും ആരെ പ്രാപിക്കാൻ ഇച്ഛിക്കുന്നുവോ അവൻ വ്രാത്യൻ. നീ വ്രാത്യനാകുന്നു. ഭഗവാൻ ഭാഷ്യകാരൻ പറഞ്ഞത് ആദ്യം പറഞ്ഞ അർത്ഥമാണ്, ശ്രദ്ധിക്കുക. അതുകൊണ്ടാണ് ഇത് രണ്ടാമത് പറഞ്ഞ്. ഈ രണ്ടർത്ഥവും ശ്രദ്ധിക്കുക. ത്വം വ്രാത്യഃ, ഹേ പ്രാണ ത്വം ഏകർഷിഹി, നീ ഏകർഷിയാണ്. നീ ഏകർഷിയാണ്. ഏകർഷി പറഞ്ഞാൽ ഏകയേവ ഋഷതീതി ഏകർഷി, ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്നവനാരോ അവനാണ് ഏകർഷി. സൂര്യൻ, ഏകർഷി ശബ്ദം സൂര്യൻ. ഇനി ഏകർഷി എന്ന് അഥർവവേദികൾക്കിടയ്ക്ക് പ്രസിദ്ധമായൊരു അഗ്നിയുണ്ട്. എപ്രകാരമാണോ നമ്മൾ നാചികേതാഗ്നി എന്നൊക്കെ യജുർവേദികൾക്കിടയ്ക്ക് പറഞ്ഞത്, അതുപോലെ അഥർവവേദികളുടെ ഒരു അഗ്നിയാണ് ഏകർഷിഹി.
ആ ഏകർഷിയാകുന്ന അഗ്നി നീയാണ്. ഏകർഷി ഏകയേവ ഋഷതി, ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്നവനാരോ അവൻ ഏകർഷി, സൂര്യൻ. അത്താവ് നീയാണ്, ഭക്ഷിക്കുന്നവൻ, എല്ലാത്തിനെയും ഭക്ഷിക്കുന്നവൻ നീയാണ്. ഈ പ്രപഞ്ചത്തെ മുഴുവൻ നീയാണ് ഭക്ഷിക്കുന്നത്. നിരന്തരം ഭക്ഷിക്കുന്നവനാണ് നീ. എല്ലാ കരണങ്ങളും എല്ലാ ശാപ്പാടും കൊണ്ട് കൊടുക്കുമ്പോൾ അതൊക്കെ ഭക്ഷിക്കുന്നവൻ നീയാണ്. അതാണ് അത്താ. വിശ്വസ്യ സത്പതി, ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ സത്പതി നീയാണ്. സത്തായ പതി, പാരമാർത്ഥിക സ്വരൂപത്തിലുള്ള പതി, നാഥൻ നീയാണ്. വിശ്വസ്യ സത്പതി. എന്നിട്ട് പറയുകയാണ് വയം ആദ്യസ്യ എന്നും പാഠമുണ്ട്. ആദ്യസ്യ ദാതാരഹ. വയം ആദ്യസ്യ ദാതാരഹ. നിനക്ക് ആദ്യം കൊണ്ടുവന്ന് തരുന്നവരാ ഞങ്ങൾ. ആദ്യം ഭക്ഷിക്കപ്പെടേണ്ടത് എന്തോ അതാദ്യം. അതനം ചെയ്യപ്പെടേണ്ടതാണ് ആദ്യം. അതനം ചെയ്യപ്പെടേണ്ടത്, ഭക്ഷിക്കപ്പെടേണ്ടത് എന്തോ അതാദ്യം. നിനക്ക് എല്ലാ ആദ്യത്തെയും കൊണ്ടു തരുന്നവരാണ് ഞങ്ങൾ. വയം, എല്ലാ കരണങ്ങളും തിരിച്ചറിഞ്ഞു, പ്രാണൻ്റെ മഹിമ തിരിച്ചറിഞ്ഞിട്ട് പറയാണ്, ഞങ്ങൾ നിനക്ക് ആദ്യത്തെ ഹവിസുകളെ കൊണ്ടു തരുന്നവരാണ്. ഹേ മാതരിശ്വ, അല്ലയോ പ്രാണ, ഹേ മാതരിശ്വ, മാതരി അന്തരീക്ഷേ സ്വയതീതി മാതരിശ്വ, അല്ലയോ മാതരിശ്വാവേ. മാതരിശ്വാവ് എന്ന് പറഞ്ഞാൽ വായു എന്നർത്ഥം. ഇവിടെ പ്രാണൻ, അല്ലയോ പ്രാണൻ. ത്വം നഹ പിതാ, നീ ഞങ്ങളുടെ അച്ഛനാണ്, നീ ഞങ്ങളെ പാലിക്കുന്നവനാണ്, നീ ഞങ്ങളുടെ പിതാവാണ്. ഇനിയിപ്പോൾ എന്താ പറയാനുള്ളത്? വേറൊന്നും പറയാനില്ല. അപ്പോൾ ആദ്യം പ്രാണൻ പറഞ്ഞപ്പോൾ വലിയ ശ്രദ്ധയൊന്നും ഉണ്ടായില്ല അവർക്ക്. പക്ഷെ ഇപ്പോൾ അവർക്ക് ശ്രദ്ധ ഉണ്ടായി. പ്രാണനെ അവർ പിതാവായി അംഗീകരിച്ചു. ത്വം നഹ പിതാ, നീ ഞങ്ങളുടെ പിതാവാണ്. ഹേ മാതരീശ്വൻ. അതോടുകൂടി ഇവരുടെ അഹങ്കാരമൊക്കെ പോയി. പ്രാണൻ്റെ മഹിമാബോധം ഇവർക്ക് പൂർണ്ണമായി എന്ന് ഈ വാക്യത്തോടുകൂടി വ്യക്തമാണ്. ഏത് വാക്യത്തോടുകൂടി? ത്വം നഹ പിതാ, നീ ഞങ്ങളുടെ പിതാവാണ്, ഞങ്ങളെ പാലിക്കുന്നവനാണ് നീ. ഇനി ഒറ്റ പ്രാർത്ഥനയുള്ളൂ. അതെന്താണ്? യാ തേ തനൂർവാചി പ്രതിഷ്ഠിത, യാ ശ്രോത്രേ യാ ച ചക്ഷുഷി, യാ ച മനസി സന്തത, ശിവാം താം കുരു മോത്ക്രമീ. യാ തേ തനൂർവാചി പ്രതിഷ്ഠിത, യാ ശ്രോത്രേ യാ ച ചക്ഷുഷി, യാ ച മനസി സന്തത, ശിവാം താം കുരു മോത്ക്രമീ. യാതേ തനൂഹു വാചി പ്രതിഷ്ഠിത, നിൻ്റെ യാതൊരു ശരീരം വാക്കിൽ പ്രതിഷ്ഠിതമാണോ? അപ്പം സകല ജീവികളും ഉണ്ടാക്കുന്ന സകല ശബ്ദങ്ങളും വാക്കുകളും നിന്നിൽ നിന്നുണ്ടാവുന്നതാണ്. വാക്ക്, പ്രാണനിൽ നിന്നാണ് വാക്കുണ്ടാവുന്നത്. അത് ശ്രദ്ധിക്കുക. അപ്പം നിൻ്റെ യാതൊരു ശരീരമാണോ വാക്കിൽ പ്രതിഷ്ഠിതമായത്? യാ ശ്രോത്രേ, നിൻ്റെ യാതൊരു ശരീരമാണോ ശ്രോത്രത്തിൽ പ്രതിഷ്ഠിതമായത്? ചെവി, ശബ്ദത്തെ കേൾപ്പിക്കുന്നത്, കേൾക്കാനുള്ള സാമർഥ്യം ചെവിക്കുണ്ടാവണമെങ്കിൽ പ്രാണൻ പ്രവർത്തിക്കണം. പ്രാണൻ ചെവിയെ പ്രവർത്തിപ്പിച്ചാലേ ചെവി കേൾക്കാൻ സമർത്ഥമാകൂ, അല്ലെങ്കിൽ കേൾക്കില്ല. യാ ച ചക്ഷുഷി, യാതൊരു നിൻ്റെ ശരീരമാണോ കണ്ണിലുള്ളത്? പ്രാണനുണ്ടെങ്കിലേ കണ്ണ് കാണൂ, കണ്ണുകൊണ്ട് കാണാൻ സാധിക്കൂ. യാ ച മനസി, മനസ്സിൽ നിൻ്റെ യാതൊരു ശരീരമാണോ ഉള്ളത്? പ്രാണൻ ഇല്ലെങ്കിൽ മനസ്സ് പ്രവർത്തിക്കില്ല. താം, അതിനെ ശിവാം കുരു, മംഗളമാക്കി തീർക്കണേ. നീ ഇപ്പം എന്താ കാണിക്കണത്? വിട്ടുപോവാൻ നോക്കുക, പറ്റില്ല.
ദേഷ്യം പിടിച്ചിട്ടാണല്ലോ വിട്ടുപോകാൻ നോക്കുന്നത്. അതൊന്നും പറ്റില്ല. മംഗളമാക്കി തീർക്കൂ. നിൻ്റെ എല്ലാ ഭാവങ്ങളെയും മംഗളമാക്കി തീർക്കൂ. ശിവാം താം കുരു, താം ശിവാം കുരു. അങ്ങനെയുള്ള നിൻ്റെ ശരീരത്തെ, നിൻ്റെ ഭാവത്തെ മംഗളമാക്കി തീർക്കൂ, ശിവമാക്കി തീർക്കൂ. ശിവം മംഗളം. മാ ഉത്ക്രമീ, ഉത്ക്രമണം ചെയ്യരുതേ, ഇത് വിട്ടുപോകരുതേ. നീ വിട്ടുപോയാൽ ഞങ്ങൾക്ക് ആർക്കും ഇതിലിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നീ വിട്ടുപോകരുതേ. ഇതാണ് പ്രാർത്ഥിക്കണത്. മോത്ക്രമീ. മോത്ക്രമീ എന്ന് പറഞ്ഞാൽ മാ ഉത്ക്രമീ, മാ ഉത്ക്രമീ, നീ വിട്ടുപോകരുതേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ പ്രാണൻ വിട്ടുപോണ പോലെ അഭിനയിച്ചുല്ലോ. അതാണ് പറയണത്, നീ വിട്ടുപോകരുത്, ഇതിൽ തന്നെ സന്തതമായിട്ടിരിക്കണേ, മംഗളമായിട്ടിരിക്കണേ. നീ ഇരുന്നാലേ ഞങ്ങൾക്കൊക്കെ ഇരിക്കാൻ പറ്റൂ. അതുകൊണ്ടാന്ന് പറഞ്ഞിട്ടില്ല, അത് നമ്മൾ മനസ്സിലാക്കുകയാണ്. ഇതാണ് സ്തുതിക്കണത്. പ്രാണസ്യേദം വശേ സർവം ത്രിദിവേ യത് പ്രതിഷ്ഠിതം മാതേവ പുത്രാൻ രക്ഷസ്വ ശ്രീശ്ച പ്രജ്ഞാം ച വിധേഹിന ഇതി. പ്രാണസ്യേദം വശേ സർവം ത്രിദിവേ യത് പ്രതിഷ്ഠിതം മാതേവ പുത്രാൻ രക്ഷസ്വ ശ്രീശ്ച പ്രജ്ഞാം ച വിധേഹിന ഇതി. പ്രാണസ്യ വശേ ഇദം സർവം. ഇദം സർവം, ഇതെല്ലാം, എല്ലാ കരണങ്ങളും കാര്യങ്ങളും കാര്യകരണ സംഘാതങ്ങളും ഈ കാണാകുന്ന സകല ശരീരങ്ങളും പ്രാണസ്യ വശേ, പ്രാണൻ്റെ വശത്തിലാണ്, പ്രാണൻ അധീനമാണ്. പ്രാണൻ ഇരിക്കണോണ്ടാ എല്ലാവരും ഇരിക്കണേ. പ്രാണനാകുന്ന ഉപാധി പോയി കഴിഞ്ഞാൽ വേറൊരു ഉപാധിക്കും ഇരിക്കാൻ പറ്റില്ല. ഓരോന്നോരോന്നായിട്ട് വിട്ടുപോകും. അതുകൊണ്ട് മറ്റെല്ലാ ഉപാധികളെയും നിലയ്ക്ക് നിർത്തി ധരിക്കുന്നത് പ്രാണനാകുന്ന ഉപാധിയാണ്. ശ്രദ്ധിക്കണം, പ്രാണനും ഉപാധിയാണ്, അത് വേറെ വിഷയം. പ്രാണനും അപ്പുറത്ത് വേറെ ഉണ്ട്. അതിപ്പോൾ ഇവിടെ ചിന്തിക്കേണ്ട. പ്രശ്നോപനിഷത്തിൽ ഇവിടെ പല പ്രാവശ്യം സൂചിപ്പിച്ചു, അപരബ്രഹ്മ വിഷയമാണ് തുടക്കത്തിൽ പറയുന്നതെന്ന്. അപ്പോൾ പ്രാണനാകുന്ന ഉപാധിക്ക് അനുസൃതമായിട്ടാണ് മറ്റെല്ലാ ഉപാധികളും നിൽക്കുന്നത്. അതുകൊണ്ട് പ്രാണസ്യ വശേ ഇദം സർവം, പ്രാണൻ്റെ വശത്തിലാണിതെല്ലാം. നമുക്കറിയാം, മനസ്സും കരണങ്ങളും ഒക്കെ. അപ്പം നമ്മൾ മറ്റെല്ലാ കരണങ്ങളെയും ക്രമീകരിച്ച് നിർത്തുന്നത് പ്രാണനാണ്. അതുകൊണ്ട് പ്രാണനെ ക്രമീകരിച്ചാൽ എല്ലാ കരണങ്ങളും മര്യാദയ്ക്കാവും. അതാ പ്രാണായാമത്തിൻ്റെ ഒക്കെ തത്വം. അത് ശ്രദ്ധിക്കുക. എന്നിട്ട് ത്രിദിവേയത് പ്രതിഷ്ഠിതം. ദ്വിലോകത്തിൽ, മൂന്നാമത്തെ ദ്വിലോകത്തിൽ, ഭൂമിക്കും അന്തരീക്ഷത്തിനും മുകളിൽ യാതൊരു ദ്യോവുണ്ടോ, ആകാശം, അവിടെ പ്രതിഷ്ഠിതമായിരിക്കുന്ന എല്ലാം പ്രാണനധീനമാണ്. ഇവിടെ ഈ ശരീരങ്ങൾ മാത്രമല്ല, ഇതുപോലെ തന്നെ അവിടെയും. ബ്രഹ്മലോക പര്യന്തം സകല ലോകങ്ങളിലും സകലവും നിലനിൽക്കുന്നത് പ്രാണനധീനമായിട്ടാണ്. എല്ലാത്തിനെയും ചൈതന്യവത്താക്കി പ്രാണൻ നിലനിൽക്കുന്നു. അപ്പോൾ ഇതൊക്കെ വലിയ സ്തുതിയാണ്. സ്തുതി കുറച്ചു നേരമായി തുടങ്ങിയിട്ട്. അപ്പോൾ ഇത്രയൊക്കെ സ്തുതിച്ചാൽ ഉറപ്പാണ് പ്രാർത്ഥന ഉണ്ടാവും എന്നുള്ളത്. ആര് നമ്മളെ സ്തുതിക്കുകയാണെങ്കിലും മനസ്സിലാക്കിക്കൊള്ളണം, പിന്നാലെ ഒരു പ്രാർത്ഥന വരും എന്നുള്ളത്. അപ്പോൾ എന്തിനാ പത്ര നേരം സ്തുതിച്ചത്? പ്രാർത്ഥിക്കാനാ. എന്താ പ്രാർത്ഥന? മാതാ പുത്രാൻ ഇവ രക്ഷസ്വ. പുത്രാൻ, മക്കളെ, മാതാ ഇവ, അമ്മ എന്ന പോലെ, രക്ഷസ്വ, നീ രക്ഷിക്കൂ. നീ ഞങ്ങളെ രക്ഷിക്കൂ. ഏതുപോലെ രക്ഷിക്കണം? രാജാവ് രക്ഷിക്കണ പോലെ പോരാ, അച്ഛൻ രക്ഷിക്കണ പോലെയും പോരാ, അമ്മ രക്ഷിക്കണ പോലെ ഞങ്ങളെ രക്ഷിക്കൂ എന്നാണ്. എന്താ അച്ഛൻ രക്ഷിക്കണില്ലേ? നേരത്തെ പറഞ്ഞുല്ലോ നീ ഞങ്ങളുടെ അച്ഛനാന്ന്, പിന്നെന്താ കുഴപ്പം? എന്നാലും രക്ഷിക്കണ വിഷയത്തിൽ അമ്മ തന്നെയാണ്.
അതെ ഇല്ലേ? അച്ഛൻ തല്ലിയാലും കുട്ടി അമ്മയെന്നും വിളിച്ചു പോകും, അമ്മ തല്ലിയാലും അമ്മയെന്ന് വിളിച്ചു. എന്തൊരു കഥയാണത്! അമ്മ തല്ലിയാലും കുട്ടി അമ്മയെന്നാണ് വിളിക്കുന്നത്. ചില അപവാദമൊക്കെ ഉണ്ടാവും കേട്ടോ. അതിന് ചുരുക്കം പേര് അച്ഛാന്ന് വിളിച്ചു പോകുന്നവരുണ്ടാവും, ചിലർ അച്ഛമ്മേന്ന് വിളിച്ചു പോകുന്നവരുണ്ടാവും, അതുണ്ടാവും. ഈ ഉപദ്രവത്തിനെ വിളിച്ചിട്ടൊരു കാര്യമില്ല എന്ന് മനസ്സിലാക്കിയിട്ട് അമ്മയെന്നൊന്നും വിളിക്കാതെ മുത്തശ്ശീന്ന് വിളിച്ചു പോകുന്നവരുണ്ടാവും. എങ്കിലും സാമാന്യമായിട്ട് ലോകത്തിൽ അമ്മേനെ വിളിച്ചാൽ പോവുക. അതാണ് കുഞ്ഞും അമ്മയുള്ള ആത്മബന്ധം. ആ ആത്മബന്ധത്തോട് കൂടിയിട്ട് ഞങ്ങളെ പാലിക്കണമെന്നാണ് പറയണത്. കാലം മാറിയതൊന്നും ശ്രുതിക്കറിയില്ല. ഇന്നിപ്പോൾ കുട്ടികളെ കൊല്ലുക അമ്മ. എന്താ കഥ? കുട്ടികളെ കൊല്ലണം അമ്മ, കൊല്ലിക്കണം അമ്മ. ചിന്തിക്കാൻ വയ്യേ, ആലോചിക്കാൻ വയ്യ. അങ്ങനെയൊക്കെയാ. പ്രസവിച്ച ഉടനെയുള്ള കുട്ടീനെ ഇട്ട് പോണമ്മ, നൊന്ത് വളർത്തിയ കുട്ടിയെ കൊല്ലുന്ന അമ്മ. ഇതൊക്കെ ഇപ്പോൾ പത്രങ്ങളുടെ ദിവസവും കാണുന്നുണ്ടേ. ഏതായാലും കുപുത്രോ ജായേത ക്വചിതപി കുമാതാന ഭവതി എന്നൊക്കെ ഭാഷ്യകാരൻ പറഞ്ഞത് ഓർമ്മിക്കുക. മോശപ്പെട്ട മക്കളുണ്ടാവാം, പക്ഷെ ഒരിക്കലും മോശപ്പെട്ട മാതാവ് ഉണ്ടാവില്ല. കുമാതാന ഭവതി. മോശപ്പെട്ട സ്ത്രീ ഉണ്ടാവാം, ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് അവൾ മോശപ്പെട്ടവളാകാം, പക്ഷേ അമ്മ എന്നുള്ള രൂപത്തിൽ ഒരിക്കലും മോശപ്പെട്ട അമ്മ ഉണ്ടാവില്ല എന്നാ പണ്ട് പറഞ്ഞു വെച്ചിട്ടുള്ളത്. അത്രേ പറയാൻ പറ്റൂ. ഏതായാലും അമ്മ പുത്രാൻ ഇവ, മക്കളെ എന്ന പോലെ രക്ഷസ്വ. കുട്ടികൾ തെറ്റ് ചെയ്താലും ശിക്ഷിക്കുകയും ശാസിക്കുകയും ഒക്കെ ചെയ്താലും ക്ഷമിച്ച് സ്നേഹത്തോടു കൂടി അമ്മ പരിപാലിക്കുന്ന പോലെ. എന്നുവെച്ചാൽ ഞങ്ങളുടെ അടുത്ത് തെറ്റ് വന്നുപോയി, ഞങ്ങൾ നീ പറഞ്ഞത് ബഹുമാനിച്ചില്ല, ആദരിച്ചില്ല, നിന്ദിച്ചു, അതുകൊണ്ട് അമ്മയെപ്പോലെ എന്ന് പറയാൻ കാരണം അമ്മ അതൊക്കെ ക്ഷമിക്കും. അതെ, ഇവിടെ കാസർഗോഡ് ജില്ലയിൽ 4 കൊല്ലങ്ങൾക്ക് മുമ്പാണ് വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ ഗവൺമെൻറ് പ്രഖ്യാപിച്ചു ഈ മഴക്കാലക്കെടുതിയിൽ മരിച്ചവർക്ക് 1 ലക്ഷം രൂപ, 1 ലക്ഷം രൂപ ഇനാം, സമ്മാനം. മരിച്ചവർക്കല്ല, മരിച്ചവരുടെ കുടുംബക്കാർക്ക്. അപ്പോൾ അങ്ങനെ പ്രഖ്യാപിച്ച ഉടനെ അതാ വീണ്ടും മഴ നല്ലോണം വന്നു, പുഴയൊക്കെ കവിഞ്ഞൊഴുകി. അപ്പം മകൻ അമ്മയോട് ചോദിച്ചു, അമ്മയല്ലേ പുഴയൊന്ന് കാണണം എന്ന് പറഞ്ഞത് കൊണ്ട്? ആ വേണം മോനെ, കാണണം. കഥയല്ല, ഉണ്ടായ സംഭവമാണ്, കഥയല്ല. നേരെ അമ്മയും കൊണ്ടുപോയി പുഴയുടെ തീരത്ത്. എന്നാ കണ്ടോളൂ, ശരിക്കും കണ്ടോളൂ അമ്മേ, അടുത്തുനിന്ന് കണ്ടോളൂ. എന്തിനാ അമ്മ ഞാൻ ദൂരം ഒന്ന് കാണുന്നത്, കുറച്ച് അടുത്തുനിന്ന് കണ്ടോളൂന്നേ. അപ്പം മകനല്ലേ കൂടെ ഉള്ളത്, നീ എന്നെ ശരിക്കും പിടിക്കണം കേട്ടോ. ശരിക്കും ഞാൻ പിടിച്ചിട്ടുണ്ട്, ഒരൊറ്റ തള്ള്. നല്ല കുത്തി ഒഴുകണ പുഴയാണ്, കുത്തി ഒഴുകണ പുഴയാണ്. അപ്പം എന്നാലും മരിച്ചത് തന്നെ, കാരണം നീന്താനൊന്നും പറ്റില്ല, വയസ്സായതാണ്, നീര് നടക്കാൻ തന്നെ വയ്യാത്ത അമ്മയാണ്. 1 ലക്ഷം കിട്ടിപ്പോയി എന്ന് ഇവൻ വിചാരിച്ചു. പക്ഷേ അവർ മരിച്ചില്ല എന്ന് മാത്രമല്ല, ഈ അപ്പുറത്തു നിന്നൊക്കെ കണ്ടും ചില ആൾക്കാരെ കണ്ട് അവരൊക്കെ ഓടി വന്ന് പുഴയിൽ ചാടി രക്ഷപ്പെടുത്തി. അയ്യോ എന്നാലും വല്ലാത്ത ക്രൂരതയാണ് ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് ഉടനെ അവർ പോലീസിനെ വിളിച്ചു, എല്ലാ കാര്യവും ചെയ്തു. പോലീസ് വന്നപ്പോൾ എന്താ അമ്മ പറഞ്ഞു എന്നറിയോ? മോൻ എന്നെ പുഴ കാണാൻ കൊണ്ടുവന്നതാണ്, ഒന്നും അവൻ ചെയ്തിട്ടില്ല, അവൻ്റെ ഭാഗത്ത് നിന്ന് യാതൊന്നും ചെയ്തിട്ടില്ല, എൻ്റെ കൈ തെറ്റിപ്പോയതാണ്, അവനെന്നെ പിടിക്കാൻ എന്ത് ശ്രമിച്ചിട്ടും സാധിച്ചില്ല, എന്ത് ചെയ്യാൻ പറ്റും? അതെ, ഇതൊരമ്മ. വേറൊരമ്മ മലപ്പുറം ജില്ലയിൽ, ഇനി അടുത്ത് പറയാൻ പോണത് നമ്മൾ നേരിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. ഇത് കേട്ടറിവേ ഉള്ളൂ, ഇപ്പോൾ പറഞ്ഞത് കേട്ടറിവാണ്, നമ്മൾ നേരിട്ടറിയുന്ന വിഷയമല്ല, നേരിട്ടറിയുന്നതല്ല. അന്ന് അവിടെ ഉയർന്ന ജില്ലാതലത്തിൽ ഉദ്യോഗസ്ഥനായിരുന്ന ആൾ പറഞ്ഞതാണ് ഇപ്പോൾ പറഞ്ഞ കഥ. ഇനി പറയണത് നേരിട്ടറിയുന്ന വിഷയമാണ്. മകൻ വന്നു, ദിവസം മകൻ്റെ പണി അമ്മയെ തല്ലുകയാണ്, എന്നാലേ മകൻ ഉറക്കു വരുള്ളൂ. അങ്ങനെ ഒരു ദിവസം തല്ലി അമ്മയുടെ കാല് രണ്ടും അങ്ങോട്ട് പൊട്ടിച്ചു, സുഖമായിട്ട് അവിടെ കിടക്കുന്നതായി. അങ്ങനെ അമ്മ ഒരു നിവൃത്തിയില്ല, ഭക്ഷണവും ഇല്ല, ഒന്നുമില്ല, കിടക്ക് തന്നെ, കാലിന് പൊട്ടിച്ചിരിക്കുക.
അടിച്ച് പൊട്ടിച്ചിരിക്കുക, എല്ലൊക്കെ പൊട്ടിയിരിക്കുക, അനങ്ങാൻ പറ്റില്ല. ഒരു കാലം പൊട്ടിയാൽ വെച്ചാൽ എന്തെങ്കിലും ചെയ്യുക, 2 കാലം പൊട്ടി എന്താ മനുഷ്യൻ ചെയ്യുക? പക്ഷെ എങ്ങനെയാണെന്നറിയില്ല. മറ്റുള്ളവരൊക്കെ അത് മനസ്സിലാക്കി, അയൽവാസികളൊക്കെ മനസ്സിലാക്കി, ഒക്കെ വേഗം തന്നെ അവർ ആശുപത്രിയിലാക്കി. മകൻ്റെ എതിരെ കേസ് കൊടുത്തു. മകൻ ഒളിവിലാണ്. കേസ് വന്നു. അമ്മയിൽ നിന്ന് മൊഴിയെടുക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥന്മാർ വന്നു. അമ്മ എന്താ പറഞ്ഞു എന്നറിയോ? ഞാൻ വല്ലാതെ വഴുക്കലിച്ച് വീണതാണ്, എന്താ ചെയ്യുക, ഒരു കല്ലുണ്ടായിരുന്നു അവിടെ, അതിന് തട്ടിപ്പോയി, അങ്ങനെ പൊട്ടിയതാ. എന്നിട്ട് അമ്മ പറഞ്ഞു, എൻ്റെ മോനൊരു ഉപദ്രവം വരരുതേ. എന്നെ നോക്കണേ, അത് പറഞ്ഞപ്പോഴാണ് ബാക്കിയുള്ളവർക്ക് ഉറപ്പായി എൻ്റെ മോനൊരു ഉപദ്രവം വരരുതെന്ന് അവിടെ പറയേണ്ട ആവശ്യമില്ല. പക്ഷെ നല്ലൊരു ഉദ്യോഗസ്ഥനാണെങ്കിൽ ബാക്കി അമ്മേനെ കൊണ്ട് പറയിപ്പിക്കാമായിരുന്നു, ഒന്നും പറയിപ്പിക്കേണ്ടായില്ല. അപ്പോൾ എനിക്ക് 2 കാലം ഒടിഞ്ഞാലും ശരി, മകനൊരു ഉപദ്രവം ഉണ്ടാവരുതേ. അപ്പം ഇതുപോലെ ഞങ്ങളുടെ അടുത്ത് എന്തെങ്കിലും അപരാധം വന്നാലും അമ്മയല്ലേ ക്ഷമിക്കേണ്ടത്. അതുകൊണ്ട് മാതാ ഇവ, അമ്മ എന്ന പോലെ പുത്രാൻ രക്ഷസ്വ, മക്കളെ രക്ഷിച്ചാലും. ശ്രീശ്ച പ്രജ്ഞാം ച വിധേഹി. പിന്നെ വേറെന്ന് പറയാം, അവിടെ വലിയൊരു അർത്ഥമുണ്ട്. ഞങ്ങൾക്ക് ഐശ്വര്യവും ബുദ്ധിയും തരണേ. ഞങ്ങൾക്ക് ബുദ്ധി കുറഞ്ഞോണ്ടല്ലേ ഞങ്ങൾ നീ പറഞ്ഞത് അംഗീകരിക്കാതിരുന്നത്. ആരെ കുഴപ്പമാണ്? ഞങ്ങളെ കുഴപ്പമാണ്. ഞങ്ങൾക്ക് ബുദ്ധി കുറഞ്ഞു പോയത് കൊണ്ടല്ലേ നീ പറഞ്ഞത് ഞങ്ങൾ അംഗീകരിക്കാതിരുന്നത്. അപ്പം ഞങ്ങൾക്ക് ബുദ്ധിയെ തരേണ്ടത് ആരെ പണിയാണ്? നിൻ്റെ പണിയാണ്. അപ്പം ഞങ്ങൾ വിഡ്ഢിത്തം പറഞ്ഞതിൻ്റെ കാരണം ആരുടെ അടുത്താ? നിൻ്റെ അടുത്താണ്. അതുകൊണ്ട് ഞങ്ങളുടെ അടുത്ത് കുറ്റമൊന്നുമില്ല, നീ ഞങ്ങൾക്ക് നല്ല ബുദ്ധി തരിക ഇനി മേലിൽ. ഇങ്ങനത്തെ വിഡ്ഢിത്തനി മേലിൽ തോന്നാതിരിക്കുക. നല്ല ഐശ്വര്യവും ഞങ്ങൾക്ക് വേണം, ബുദ്ധിയും വേണം. ഈ രണ്ടും എല്ലാവർക്കും വേണേ, ഓർമ്മിക്കുക. ഐശ്വര്യവും വേണം, ബുദ്ധിയും വേണം. നല്ല മേധാശക്തി, പ്രജ്ഞ വേണം, ശ്രീയും വേണം. എല്ലാവരും ദിവസവും ശ്രീ സൂക്തവും മേധാസൂക്തവും നല്ല പോലെ ചൊല്ലുക. ദിവസവും നല്ല ശ്രീ ഉണ്ടാവണേ, നല്ല മേധ ഉണ്ടാവണേ എന്ന് സങ്കല്പിച്ചിട്ട് വേദമന്ത്രങ്ങളൊക്കെ ദിവസവും ചൊല്ലുക. സ്ത്രീയെന്നോ പുരുഷനെന്നോ നപുംസകമെന്നോ വ്യത്യാസമില്ല, എല്ലാവർക്കും വേദമന്ത്രങ്ങൾ ചൊല്ലാനുള്ള അധികാരമുണ്ട്. ഏതായാലും ഇവിടെ അവർ പ്രാർത്ഥിച്ചത് ഇതാണ്, ഞങ്ങൾക്ക് ഐശ്വര്യവും ബുദ്ധിയും തരൂ. ഞങ്ങൾക്ക് ബുദ്ധി ഇല്ലാത്തതുകൊണ്ടാണ് നിന്നെ വേണ്ടതുപോലെ ആദരിക്കാൻ കഴിയാതിരുന്നത്. അപ്പോൾ അതിൻ്റെ കാരണം നീ തന്നെയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ബുദ്ധി മര്യാദയ്ക്ക് തരൂ എന്ന് പ്രാർത്ഥന. ഏതായാലും ഇങ്ങനെയാണ് ഈ സ്തുതി. എന്താ സ്തുതിക്കണത്? ഏഷോഗ്നിസ്തപത്യേഷ സൂര്യ ഏഷ പർജന്യ മഘവാനേഷ വായു ഏഷ പൃഥിവീരയിർദേവ സദസച്ഛാമൃതം ചയത് അരാ ഇവരഥനാഭൗ പ്രാണേ സർവം പ്രതിഷ്ഠിതം ഋചോ യജുംഷി സാമാനി യജ്ഞക്ഷത്രം ച ബ്രഹ്മ ച പ്രജാപതിശ്ചരസി ഗർഭേ ത്വമേവ പ്രതിജായസേ തുഭ്യം പ്രാണ ബലിം ഹരന്തി യ പ്രാണൈ പ്രതിഷ്ഠസി ദേവാനാമസി വഹ്നിതമ പിതॄണാം പ്രഥമാ സ്വധാ ഋഷീണാം ചരിതം സത്യം അഥർവാംഗിരസാമസി ഇന്ദ്രസ്ത്വം പ്രാണസ്തേജസാ രുദ്രോസി പരിരക്ഷിതാ ത്വമന്തരിക്ഷേ ചരസി സൂര്യസ്ത്വം ജ്യോതിഷാം പതിഃ യദാ ത്വമഭിവർഷസ്യധേമാ പ്രാണദേ പ്രജാഃ ആനന്ദരൂപാഃ തിഷ്ഠന്തി കാമായാന്നം ഭവിഷ്യതീതി പ്രാത്യസ്ത്വം പ്രാണൈകർഷിരത്താ വിശ്വസ്യ സത്പതിഃ വയമാദ്യസ്യ ദാതാര പിതാ ത്വം മാതരിശ്വനഃ യാ തേ തനുർവാചി പ്രതിഷ്ഠിതാ യാ ശ്രോത്രേ യാ ച ചക്ഷുഷി യാ ച മനസി സന്തതാ ശിവാം താം കുരു മോത്ക്രമീ പ്രാണസ്യേദം വശേ സർവം ത്രിദിവേ യത് പ്രതിഷ്ഠിതം മാതേവ പുത്രാൻ രക്ഷസ്വ ശ്രീശ്ച പ്രജ്ഞാം ച വിധേഹിന ഇതി. ഇത് പറഞ്ഞതോടുകൂടി ആ പ്രശ്നത്തിൻ്റെ നിർണയം കഴിഞ്ഞു. അപ്പോൾ എന്തായിരുന്നു ചോദ്യം? എത്ര ദേവന്മാരാണ് ഈ ശരീരത്തെ ധരിക്കുന്നത്? മറുപടി
ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി, ജ്ഞാനേന്ദ്രിയങ്ങൾ 5, കർമ്മേന്ദ്രിയങ്ങൾ 5, അന്ധക്കരണവൃത്തികൾ. ഇത്രയും ദേവന്മാർ ശരീരത്തെ ധരിക്കുന്നു. ആരാണിതിനെ പ്രകാശിപ്പിക്കുന്നത്? ഇവരെല്ലാം കൂടി പ്രകാശിപ്പിക്കുന്നു. അതായത് കരണലക്ഷണമായ ദേവന്മാരാണ് പ്രകാശിക്കുന്നത്. കാര്യലക്ഷണമായ ദേവൻ പ്രകാശിക്കുന്നില്ല. പ്രത്യേകം ശ്രദ്ധിക്കണം. കാര്യലക്ഷണമായ ശരീരലക്ഷണമായ ദേവനല്ല പ്രകാശിക്കുന്നത്, കരണങ്ങളാണ് ദേഹത്തെ പ്രകാശിപ്പിക്കുന്നത്. മൂന്നാമത്തെ ചോദ്യം, കഃ പുനരേഷാം വരിഷ്ഠഃ, ഇവരിൽ ആരാണ് വരിഷ്ഠൻ? മറുപടി, പ്രാണനാണ് വരിഷ്ഠൻ. ഈ പറഞ്ഞ കരണങ്ങളൊക്കെ പ്രവർത്തിക്കണമെങ്കിൽ പ്രാണൻ പ്രവർത്തിക്കണം. മുഖ്യ പ്രാണനാണ് വരിഷ്ഠൻ. ഇതാണ് നിർണയം. അപ്പോൾ ഇവിടെ പ്രാണശബ്ദത്തിന് കേവലം വായുവികാരം എന്നതിൽ കവിഞ്ഞ് നമ്മൾ ജീവാത്മാ എന്നുള്ള അർത്ഥം മനസ്സിലാക്കും. അല്ലെങ്കിൽ കേവലം വായുവികാരം എന്നല്ലാതെ ശരീരത്തെ മുഴുവൻ ചൈതന്യവത്താക്കുന്ന ശക്തിവിശേഷം എന്ന് അർത്ഥം മനസ്സിലാക്കും. ഈ പ്രാണനാണ് മുഖ്യം. ഇത് സിദ്ധമായി. ഇതി പറഞ്ഞു കഴിഞ്ഞു. അപ്പോഴാണ് അധഹൈനം കൗസല്യശ്ചാശ്വലായന പപ്രച്ഛ ഭഗവൻ കുത ഏഷ പ്രാണോ ജായതേ കഥമായാത്യസ്മിൻ ശരീരേ ആത്മാനം വാ പ്രവിഭജ്യ കഥം പ്രാതിഷ്ഠതേ കേനോത്ക്രമതേ കഥം ബാഹ്യമഭിധത്തേ കഥമധ്യാത്മമിതി. അഥ ഹൈനം കൗസല്യശ്ചാശ്വലായന പപ്രച്ഛ ഭഗവൻ കുത ഏഷ പ്രാണോ ജായതേ കഥമായാത്യസ്മിൻ ശരീരേ ആത്മാനം വാ പ്രവിഭജ്യ കഥം പ്രാതിഷ്ഠതേ കേനോത്ക്രമതേ കഥം ബാഹ്യമഭിധത്തേ കഥമധ്യാത്മമിതി. അഥ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ പ്രശ്നത്തിന് പൂർണ്ണമായി സമാധാനം പറഞ്ഞ് ഗുരുനാഥൻ നിർത്തിയപ്പോൾ പോരാ. ചോദിച്ച ശിഷ്യൻ അതിൽ സംതൃപ്തനായപ്പോൾ കഴിഞ്ഞു. തിരിച്ചൊരു ചോദ്യം ചോദിച്ചിട്ടില്ല. തൃപ്തിയായിട്ടില്ല വെച്ചാൽ ചോദിക്കും. അപ്പോൾ ആ രണ്ടാം പ്രശ്നത്തിൻ്റെ നിർണയം പൂർത്തിയായി. അപ്പോൾ അനന്തരം ഏനം ഇവനോട്, പിപ്പലാദ മഹർഷിയോട്, ആശ്വലായന കൗസല്യ, അശ്വലായനൻ ആരാണ്? കൗസല്യൻ. ഒന്നുകിൽ അശ്വലൻ്റെ പുത്രൻ ആയ കൗസല്യനാവാം, അല്ലെങ്കിൽ കോസലദേശത്തുനിന്ന് വന്ന അശ്വലായനനാവാം. രണ്ടും ആവാം. ഒന്നുകിൽ അശ്വലൻ്റെ മകനായ കൗസല്യൻ പേരാവാം, അല്ലെങ്കിൽ കോസലദേശത്തുനിന്ന് വന്ന അശ്വലായനൻ. രണ്ടായാലും വിരോധമില്ല. പപ്രച്ഛ ചോദിച്ചു. എന്താ ചോദിച്ചത്? ഭഗവൻ, അല്ലയോ ഭഗവാനെ. എല്ലാ ശിഷ്യന്മാരും ഗുരുവിനെ വിളിക്കുന്നത് ഒറ്റ പേരാ, ഭഗവൻ, അല്ലയോ ഭഗവാനെ. കുത ഏഷ പ്രാണോ ജായതേ. ഇപ്പം പറഞ്ഞതെന്താ? ഇപ്പം പറഞ്ഞത് പ്രാണനാണ് ഇവരിൽ ശ്രേഷ്ഠനെന്നാ. ദേഹത്തെ ധരിക്കുന്ന ദേവന്മാരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠൻ പ്രാണനാന്നാ പറഞ്ഞത്. അപ്പോൾ ചോദ്യം, കുത ഏഷ പ്രാണോ ജായത, ഈ പ്രാണൻ എവിടുന്നാണ് ഉണ്ടാവുന്നത്? പ്രാണനാണ് ദേഹത്തിൽ ഏറ്റവും ശ്രേഷ്ഠൻ എന്ന് പറഞ്ഞു. ശരി, മനസ്സിലായി. പ്രാണൻ എവിടുന്നുണ്ടാവുന്നു? പ്രാണൻ എവിടുന്ന് ഉണ്ടായതായിരിക്കണമല്ലോ. എവിടുന്നാണ് പ്രാണൻ ഉണ്ടാവണത്? ചോദ്യം 1. 2, കഥമായാത്യസ്മിൻ ശരീരേ, എങ്ങനെയാണ് ഈ ശരീരത്തിലേക്ക് വരുന്നത്? ഇപ്പം ശരീരത്തിൽ തന്നെ ഉണ്ടായതാണെന്ന് വെച്ചാൽ കുഴപ്പമില്ല, അല്ല പുറത്തുണ്ടായതാണെന്ന് വെച്ചാൽ എങ്ങനെ വരുന്നു? എങ്ങനെയാണ് ഈ ശരീരത്തിലേക്ക് പ്രാണൻ വരുന്നത്? കഥമായാത്യസ്മിൻ ശരീരേ. 3, ആത്മാനം വാ പ്രവിഭജ്യ കഥം പ്രാതിഷ്ഠതേ, ഞാൻ എന്നെ 5ആയി വിഭജിച്ചിട്ട് ഞാനാണ് ശരീരത്തെ ധരിക്കണമെന്ന് നേരത്തെ പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് തന്നെ പലതായി വിഭജിച്ച് എങ്ങനെയാണ് നിലകൊള്ളുന്നത്? ഞാൻ തന്നെയാണ് എന്നെ 5ആയി വിഭജിച്ചിട്ട് ശരീരത്തെ ധരിക്കണമെന്ന് നേരത്തെ പറഞ്ഞില്ലേ. അഹം പഞ്ചധാത്മാനം പ്രവിഭജ്യ ഏതദ് ബാണം അവഷ്ടഭ്യ വിധാരയാമി എന്നൊക്കെ പറഞ്ഞു നേരത്തെ.
അപ്പോൾ എങ്ങനെയാണ് പ്രാണൻ സ്വയം പലതായി പിരിഞ്ഞ് ശരീരത്തെ ധരിക്കുന്നത്? കേന ഉത്ക്രമതേ, എങ്ങനെയാണ് ഉത്ക്രമിക്കണത്? ഈ ശരീരം വിട്ടുപോണത് എങ്ങനെയാണ്? വന്നാൽ വിട്ടുപോകണമല്ലോ. അപ്പം എങ്ങനെയാണ് വരുന്നത്, എങ്ങനെയാണ് പോണത്? പിന്നെ ഇരിക്കുന്ന സമയത്ത് കഥം ബാഹ്യമഭിധത്തെ, എങ്ങനെയാണ് പുറമേ ഉള്ളതിനൊക്കെ ധരിച്ചു വയ്ക്കുന്നത്? 6 കഥം അധ്യാത്മം അഭിധത്തെ, എങ്ങനെയാണ് അധ്യാത്മത്തെ ശരീരസംബന്ധിയായതിനെയൊക്കെ ധരിച്ചു വയ്ക്കുന്നത്? അപ്പോൾ പ്രാണൻ പുറമേ ഉള്ളതിനെയും ധരിക്കുന്നുണ്ട്, അകത്തുള്ളതിനെയും ധരിക്കുന്നുണ്ട്. ഇതെങ്ങനെയാണ്? 6 ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ആൾ 1 ചോദ്യം ചോദിച്ചു, രണ്ടാമത്തെ ആൾ 3 ചോദ്യം ചോദിച്ചു, അപ്പോൾ മൂന്നാമത്തെ ആൾ ഒട്ടും കുറച്ചില്ല, 6 ചോദ്യ. ചോദ്യങ്ങൾ ഓർമ്മ വേണേ, എന്നാലേ ഉത്തരം മനസ്സിലാവുള്ളൂ. ചോദ്യത്തിനാണ് ഉത്തരം. 1, ഇത്രയും കേമനായിട്ടുള്ള പ്രാണൻ എവിടെ നിന്നാണ് ഉണ്ടാവുന്നത്? 2, എങ്ങനെയാണ് ശരീരത്തിലേക്ക് വരുന്നത്? 3, തന്നെ പലതായി വിഭജിച്ച് എങ്ങനെയാണ് ശരീരത്തെ ധരിക്കുന്നത്? 4, എങ്ങനെയാണ് വിട്ടുപോണത്? 5, എങ്ങനെയാണ് ബാഹ്യമായതിനെ ധരിക്കുന്നത്? 6, എങ്ങനെയാണ് ആന്തരികമായതിനെ ധരിക്കുന്നത്?